നമ്മൾ മോഡ്യൂൾ 1 ഫിനിഷ് ചെയ്തല്ലേ. നമ്മൾ മോഡ്യൂൾ 1 തീർത്തു. തിയറീസ് ആയിരുന്നു നമ്മൾ നോക്കിയത്. റിയലിസം, ഐഡിയലിസം തൊട്ട് ഗെയിം തിയറി, സിസ്റ്റം തിയറി എന്നൊക്കെ പറഞ്ഞ് കുറെ തിയറികളുടെ കാര്യം നമ്മൾ നോക്കി. നമ്മൾ മോഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. മോഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, മോഡ്യൂൾ 2 നമ്മുടെ ഈ IR-ലെ അവസാനത്തെ മോഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് 10 മോഡ്യൂളും കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം മോഡ്യൂൾ 2 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, Westphalia to contemporary times, impact of globalization and information revolution on state, non-state actors, global civil society, international system and global governance എന്നീ ഒരു 4-5 ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ യൂണിറ്റിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. കുറച്ചും കൂടി റീസണൽ സെഷൻസ് ചോദ്യങ്ങൾ പോലെ, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ പോലെയൊക്കെ വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ ഓക്കെ, എല്ലാവരും ഇലക്ഷനൊക്കെ കണ്ടില്ലേ? നമ്മുടെ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഇലക്ഷനിലൂടെ. കേരളത്തിലെ UDF ഒക്കെ പ്രഡിക്റ്റബിൾ ആയ ഒരു കാര്യമാണ്. സ്റ്റിൽ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ എന്താണ് ഇലക്ഷനൊക്കെ ശ്രദ്ധിച്ചോ? തമിഴ്നാട്ടില് അതെ, കേരളത്തിൽ UDF വരിക സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ അങ്ങനെയായിരുന്നു ട്രെൻഡ്. കുറച്ചു കാലം LDF ഭരിച്ച UDF ആയിരുന്നു. പക്ഷെ തമിഴ്നാട്ടില് ദ്രവീഡിയൻ പൊളിറ്റിക്സിന്റെ അടിവേരിളക്കിക്കൊണ്ടാണ് വിജയ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹീറോ വർഷിപ്പ് പൊളിറ്റിക്സിൽ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അതായത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാള് പെട്ടെന്ന് രാഷ്ട്രീയ നേതാവായിട്ട് ഉദിച്ചു വന്ന് എന്താണ് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ നോളജും ഇല്ലാതെ രാഷ്ട്രീയം കാഴ്ചവെക്കുന്നത് എന്താണ് ഒരു സർക്കസിലെ കോമാളിയെ പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഹീറോ വർഷിപ്പ് വലിയ പ്രശ്നമാണ്, നമുക്ക് കണ്ടറിയാം വിജയ്ക്ക് എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ തന്നെ ബംഗാളിലൊക്കെ ആണെങ്കിലും BJP അവിടെ അധികാരത്തിൽ വന്നു. BJP ബംഗാളിൽ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ ബംഗാൾ. അപ്പം അവിടെ അതിനെ എങ്ങനെ അഫക്ട് ചെയ്യും എന്നുള്ളൊരു പോയിന്റും കൂടെ ബംഗാളിലുണ്ട്. കേരളത്തിൽ പിന്നെ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് തമിഴ്നാട്ടിൽ നടക്കുള്ളൂ. തമിഴ്നാട്ടിൽ നടക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പവൻ കല്യാൺ ആന്ധ്രാപ്രദേശ് ജയിച്ചതോ? ആന്ധ്രാപ്രദേശ് നടന്നില്ലേ? പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിന്റെ ഡെപ്യൂട്ടി CM ആണ്. അതേ കണക്ക് പല സംസ്ഥാനങ്ങളും. ഇപ്പൊ കേരളത്തില് ആ ഒരു രാഷ്ട്രീയ ഹീറോ വർഷിപ്പ്, ഞാനാണ് പറഞ്ഞത്, ഹീറോ വർഷിപ്പ് പവൻ കല്യാൺ സിനിമാടനാണ്. അയാൾ ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. തമിഴ്നാട്ടിൽ മാത്രമേ നടക്കുള്ളൂ നമുക്ക് പറയാൻ സാധിക്കില്ല. കേരളത്തിൽ നടക്കില്ല. കേരളത്തിൽ ഇനി മമ്മൂട്ടി മോഹൻലാലോ ഒന്ന് മത്സരിച്ചാലേ തോക്കും. അത് കേരളത്തിൽ ആ ഒരു പൊളിറ്റിക്കൽ നോളജ് നമുക്ക് ഉണ്ട്. അത് നമ്മുടെ കാലാകാലങ്ങളായി നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടിയ ഒരു പൊളിറ്റിക്കൽ നോളജ് ആണ്. ആ ഒരു പൊളിറ്റിക്കൽ നോളജിന്റെ ബേസിലാണ് നമ്മൾ 5 വർഷം കഴിഞ്ഞാൽ വേറൊക്കെ ചാൻസ് കൊടുത്തോണ്ടിരുന്നത്. അതൊന്ന് ബ്രേക്കായി വന്നു. അതിപ്പം വീണ്ടും തിരിച്ചടിച്ച് വന്നു കേരളത്തിൽ. പക്ഷെ തമിഴ്നാട്ടിലെ സാഹചര്യമൊക്കെ അത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. കാരണം ഇപ്പൊ BJPക്ക് ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് പോകാത്ത ഒരു സ്ഥലമായിരുന്നു തമിഴ്നാട്. പക്ഷെ ഇപ്പം അതും കുറച്ച് പ്രശ്നത്തിലേക്കാണ്. കാരണം TVK ഒറ്റകക്ഷിയായിട്ട് ഭരിക്കാനുള്ള സീറ്റുകൾ കിട്ടിയിട്ടില്ല. 120 സംതിങ് സീറ്റുകളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ADMK ആയിട്ടായിരിക്കും അലയൻസ് പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ചാടിക്കണം. അതിനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് കണ്ടറിയാം എന്താകും അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പൊളിറ്റിക്കൽ സിനാറിയിലൂടെയാണ് രാജ്യം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഡൈനാമിക്സ് മാറി. ആസാമിൽ BJP ജയിക്കുന്ന ഉറപ്പായിരുന്നു. പോണ്ടിച്ചേരിയിൽ ജയിക്കുന്ന ഉറപ്പായിരുന്നു. ബാക്കി 3 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഡൈനാമിക്സ് ഒറ്റയടിക്ക് മാറി. നൈസ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കാൻ പോകുന്ന സ്റ്റേറ്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഓക്കെ, വെസ്റ്റ്ഫാലിയ ടു കണ്ടംപററി ടൈംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, ഇൻഫർമേഷൻ റിവിഷൻ ഓഫ് ഓൺ സ്റ്റേറ്റ്, non-state actors, global civil society, international system and global governance എന്ന കുറച്ച് ടോപ്പിക്കുകളാണ് നോക്കാൻ പോകുന്നത്. The evolution of international relations from the Peace of Westphalia to contemporary times is essentially the story of how the nature, role and authority of the states have transformed. അപ്പം ഈ വെസ്റ്റ്ഫാലിയ, ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ തൊട്ടിങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയക്ക് ശേഷമാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത് ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയക്ക് ശേഷമാണ്. സ്റ്റേറ്റും നേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാൻ പറ്റും? 2 പേരേ ഉള്ളൂ ക്ലാസ്സിൽ, എന്നാലും ഞാൻ ചോദിക്കും. സ്റ്റേറ്റ് ആൻഡ് നേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു ബേസിക് ആണ് സ്റ്റേറ്റ് ആൻഡ് നേഷൻ. സ്റ്റേറ്റ് ആൻഡ് നേഷൻ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് പറയാൻ പറ്റും? 100 വിഷയമുണ്ട്, ആർക്കും വേണ്ടി പറയാം. 2 പേരേ ഉള്ളൂ, എന്നാലും ഞാൻ ചോദിക്കും. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നേഷൻ? Should I explain? Okay, I'll explain. State is more of a legal entity. Okay, state is more of a legal political entity. It is more of more kind of a cultural emotional entity നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്താണ് ഈ പ്രോപ്പർ ഗവൺമെന്റ്, ബ്യൂറോക്രാറ്റ്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇമോഷണൽ ആയ കൾച്ചറൽ entity ആണ്. ഇപ്പം എന്താണ്
ഇന്ത്യ എന്ന് പറയുന്നത് എന്തുണ്ട്, ഒരു കൾച്ചറൽ സാധനം അവിടെ ഉണ്ട്, അവിടെ ഒരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ട്. അതുകണക്ക് തന്നെ നേഷന്റെ ആസ്പെക്റ്റിലാണ് ടെറിട്ടറി എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ വരുന്നത് നേഷന്റെ ആസ്പെക്റ്റിലാണ്. അപ്പൊ ഇതാണ് നേഷനും സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പഞ്ചാബിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് നേഷൻ വേണം എന്നൊക്കെ ഐഡിയകൾ പറയുന്നത്. ഓക്കെ, ഈ ഖാലിസ്ഥാൻ മൂവ്മെന്റ് സെപ്പറേറ്റ് നേഷൻ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ നേഷന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നേഷൻ എന്ന് പറയുന്നത് കൾച്ചറലി ഇമോഷണലി നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഷെയർ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി സംഭവത്തിനാണ് നമ്മൾ നേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഇന്ത്യയിലൊക്കെ ഒരു മൾട്ടി കൾച്ചറൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മൾട്ടി കൾച്ചറൽ നേഷൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. നേഷൻ സ്റ്റേറ്റ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, വെസ്റ്റ്ഫാലിയൻ സിസ്റ്റം, ബർത്ത് ഓഫ് ദ മോഡേൺ സ്റ്റേറ്റ്. അങ്ങനെ വെസ്റ്റ്ഫാലിയൻ ട്രീറ്റിയിലൂടെയാണ് മോഡേൺ സ്റ്റേറ്റിന്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. ദ പീസ് ഓഫ് വെസ്റ്റ്ഫാലിയ ഈസ് കൺസിഡർഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മോഡേൺ ഇന്റർനാഷണൽ റിലേഷൻസ്. അപ്പൊ വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി വരുന്നതിന്റെ ഒരു പിന്നാമ്പറം കൂടെ ഞാൻ പറഞ്ഞുതരാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞുതരാം. ഡു യു നോ അബൌട്ട് 30-year വാർ? 30-year വാറിന് ശേഷമാണ്, ഇതെവിടെ നോട്ട് ചെയ്തിടുക, 30-year വാറിന് ശേഷമാണ്, യൂറോപ്പിൽ അന്ന് നടന്ന 30-year വാറിന് ശേഷമാണ് വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി വരുന്നത്. ഓക്കെ, യൂറോപ്പിൽ അന്ന് ഈ പറയുന്ന രീതിയിൽ പല ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ, യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഉണ്ടാകുന്നു. അത് 30 വർഷത്തോളം ആ യുദ്ധം നീണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അവസാനം ഒരു ട്രീറ്റിയിലൂടെയാണ് വെസ്റ്റ്ഫാലിയൻ ട്രീറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്നത്. ഓക്കെ, യൂറോപ്പിലെ രാജ്യങ്ങളുടെ പേര് ഞാൻ മറന്നു. ഓക്കെ, അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റോമിലൊക്കെ ഉണ്ടായിരുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ ക്ലർജിക്കും സഭയ്ക്കും ഒക്കെ ഈ ചർച്ചിനൊക്കെ ഭീകരമായ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 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 ഔട്ട് ഓഫ് ദ ഹാൻഡ് ഇൻഫ്ലുവൻസ് ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഭീകരമായ ഇൻഫ്ലുവൻസ് ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റ്സിന്റെ വേൾഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെട്ടി കുറച്ചത് ഈ പറയുന്ന ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ വഴിയാണ്. ട്രീറ്റി ഓഫ് വെസ്റ്റ്ഫാലിയ ആണ് സോവർണിറ്റി എന്ന് പറയുന്ന ഐഡിയയെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എന്താണ് സോവർണിറ്റി? എന്താണ് സോവർണിറ്റി? എന്താണ് സോവർണിറ്റി? സോവർണിറ്റി വേണമെങ്കിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് ഡെഫിനിഷൻ പോലെ ടു ഹാവ് അതോറിറ്റി ഇൻസൈഡ് എ ടെറിട്ടറി. അധികാരമല്ല സോവർണിറ്റി. അധികാരമാണ് സോവർണിറ്റി, പക്ഷെ സോവർണിറ്റി ഡെഫിനിഷൻ അങ്ങനെയല്ല. സോവർണിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ ടു ഹാവ് അതോറിറ്റി ഓവർ എ ടെറിട്ടറി വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് സോവർണിറ്റിക്ക് ഒരു ഇത് കൊടുക്കാം. അതായത് ഒരു ടെറിട്ടറിയുടെ ഉള്ളില് കംപ്ലീറ്റ് അധികാരം ഉണ്ടാവുക, എന്തില്ലാതെ, പുറത്തുനിന്നുള്ള ഇന്റർഫിയറൻസസ് ഇല്ലാതെ. ഓക്കെ, പുറത്തുനിന്നുള്ള ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസ് ഇല്ലാതെ ആ സ്റ്റേറ്റിന് ആ ടെറിട്ടോറിയുടെ മുകളിൽ, ആ സ്റ്റേറ്റിന് ആ നേഷന്റെ മുകളിൽ അധികാരം ഉണ്ടാവുന്നതാണ് നമ്മൾ സോവർണിറ്റി എന്നുകൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോവർണിറ്റി എന്ന് പറയുന്ന ഐഡിയക്ക് ഒരു ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊടുത്തു വന്ന, അല്ലെങ്കിൽ സോവർണിറ്റി എന്ന് പറഞ്ഞ ഐഡിയക്ക് തുടക്കം കുറിക്കുന്നതിന് പീസ് ഓഫ് വെസ്റ്റ്ഫാലിയ എന്ന് നമുക്ക് പറയാം. വെസ്റ്റ്ഫാലിയൻ സിസ്റ്റം വരുന്നത്, അല്ലെങ്കിൽ വെസ്റ്റ്ഫാലിയ വരുന്നത് എങ്ങനെയാണ്? 30-year വാറിന് ശേഷമാണ്. യൂറോപ്പിൽ ഉണ്ടായ 30-year വാറിന് ശേഷം ഒരു ട്രീറ്റി വരികയാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ തമ്മിൽ. സോവറിറ്റി, സ്റ്റേറ്റ്സ് ആഡ് ആബ്സലൂട്ട് അതോറിറ്റി വിത്തിൻ ദിയർ ടെറിട്ടറി. നമ്മളിപ്പോൾ പറഞ്ഞാണ്, അതായത് അവരുടെ ടെറിട്ടറിക്കുള്ളിൽ അവർക്ക് ആബ്സലൂട്ട് അതോറിറ്റി വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ്. ഓക്കെ, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി, ഫിക്സഡ് ബോർഡേഴ്സ് ബിക്കേം ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങൾക്ക് തോന്നുന്ന പോലെ പിടിച്ചെടുക്കാനും, അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയൊക്കെ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, ചൈനയൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ബോർഡർ എക്സ്പാൻഡ് ചെയ്യുന്ന എക്സ്പാൻഷനിസ്റ്റ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും അല്ല, ഫിക്സഡ് ബോർഡർ ഓരോ രാജ്യങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഇതിനു വേണ്ടി യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെസ്റ്റ്ഫാലിയൻ ട്രീറ്റിക്ക് ശേഷം യുദ്ധവും ടെറിട്ടറിക്ക് വേണ്ടി യുദ്ധവും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഫിക്സഡ് ടെറിട്ടറി ഉണ്ടാവുക, നോൺ ഇന്റർവെൻഷൻ, നോ എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഇൻ ഡൊമസ്റ്റിക് അഫയേഴ്സ്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഇന്റർഫിയറൻസ് പാടില്ല. ലീഗൽ ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് ലീഗലി നോക്കുമ്പോൾ എന്താണ്, എല്ലാ സ്റ്റേറ്റ്സും ഈക്വൽ ആണ്. നമ്മളിപ്പം റൂൾ ഓഫ് ലോ എന്ന് പറയില്ലേ, റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ നമ്മൾ പറയാറില്ലേ. അപ്പം അതേ ഐഡിയ തന്നെയാണ്. നമുക്ക് മനുഷ്യന്മാർക്കുള്ള പോലെ സ്റ്റേറ്റ്സിനും ലോകത്തിൽ എന്താണ്, എല്ലാ സ്റ്റേറ്റ്സിനും ഒരേ അവകാശങ്ങളാണ്. ഓക്കെ, നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, സ്ട്രോങ് സെൻട്രലൈസ്ഡ് ആൻഡ് ഓട്ടോണമസ്, പ്രൈമറി ആൻഡ് ഓൺലി സിഗ്നിഫിക്കന്റ് ആക്ടർ ഇൻ വേൾഡ് പൊളിറ്റിക്സ്. നേച്ചർ ഓഫ് സ്റ്റേറ്റ് എന്താണ്, സ്ട്രോങ് ആയിരിക്കും, സെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു അധികാര ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഓട്ടോണമസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർക്ക് അവരുടേതായ സ്റ്റേറ്റിന്റെ ഉള്ളിൽ അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രൈമറി ആൻഡ് ഓൺലി സിഗ്നിഫിക്കന്റ് ആക്ടർ ഇൻ വേൾഡ് പൊളിറ്റിക്സ്. ഓക്കെ, സ്റ്റേറ്റിന്റെ കാര്യം പറയാണ്. എക്സാമ്പിൾ, ഫ്രാൻസ് ആൻഡ് ഓസ്ട്രിയ ആക്ടിങ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ്. ഒരു എക്സാമ്പിൾ പറയാണ്, ഫ്രാൻസ് മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ US ആണെങ്കിൽ. പക്ഷെ നമുക്ക് ഈ സോവറിറ്റിയുടെ ഒരു കാര്യം, ഇന്ന് ലോകത്ത് പൂർണ്ണമായി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സോവറിൻ ആണ് രാജ്യങ്ങൾ, നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം US തന്നെ ഈ പറയുന്ന രീതിയിൽ പല രാജ്യങ്ങൾക്ക് മുകളിൽ എന്തുണ്ട്, അധികാരമുണ്ട്, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ കർട്ടേൽ ചെയ്യാനുള്ള
ഡിസിഷൻ മേക്കിംഗ് പവർ US പോലുള്ള രാജ്യങ്ങൾക്കുണ്ട്, ചൈനയ്ക്കുണ്ട്. ഓക്കെ, ഇവർ ഇന്ത്യക്ക് ഭൂട്ടാന്റെ പേരിലൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പല രാജ്യങ്ങളിൽ ഇന്ന് പൂർണ്ണമായി സോവറിൻ ആണ് എന്ന് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല. ഓക്കെ, 19th century balance of power system after the Congress of Vienna. കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത് പറഞ്ഞാല് നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടില്ലേ, നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ഈ യൂറോപ്പ് ഭയങ്കരമായി കെയോസിലായിരുന്നു. ഓക്കെ, അവിടെ പ്രോപ്പർ സ്റ്റേബിൾ എക്കോണമി ഇല്ല, അല്ലെങ്കിൽ സ്റ്റേബിൾ ഭരണമില്ല. അപ്പൊ അങ്ങനത്തെ ടൈമിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ ഒരു സ്റ്റെബിലിറ്റി യൂറോപ്പിൽ ഉറപ്പുവരുത്താൻ വേണ്ടി കൂടിയ ഒരു സഭയാണ് കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ആരുടെ യുദ്ധത്തിന് ശേഷം? നെപ്പോളിയൻ ബോണപ്പാർട്ട് യുദ്ധത്തിന് ശേഷം. ഓക്കെ, ചേഞ്ചസ് states still sovereign but interdependent in maintaining stability. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റുകളൊക്കെ സോവറിൻ ആണ്, പക്ഷെ എന്ത് വേണം? സ്റ്റേറ്റുകൾ തമ്മിൽ കുറച്ച് ഇന്റർഡിപെൻഡൻസി വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണവും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി, സ്ഥിരത ഉറപ്പുവരുത്താൻ പറ്റൂ എന്നാണ് കോൺഗ്രസ് ഓഫ് വിയന്നയിൽ പറഞ്ഞു നോക്കുന്നത്. എമർജൻസ് ഓഫ് ബാലൻസ് ഓഫ് പവർ പൊളിറ്റിക്സ്. ബാലൻസ് ഓഫ് പവർ പൊളിറ്റിക്സ് ഏതിൽ നിന്നാണ് ഉയർന്നു വരുന്നത്? കോൺഗ്രസ് ഓഫ് വിയന്നയിൽ നിന്നാണ് ബാലൻസ് ഓഫ് പവർ പൊളിറ്റിക്സ് വരുന്നത്. കോൺഗ്രസ് ഓഫ് വിയന്ന എങ്ങനെയാണ് വരുന്നത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈ പറയുന്ന യുദ്ധത്തിന് പരാജയപ്പെട്ടതിന് ശേഷമാണ് ബാലൻസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഐഡിയ വരുന്നത്. അതായത് ബാലൻസ് ഓഫ് പവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പവർ ഒക്കെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയാൽ നമുക്ക് സ്റ്റേബിൾ ആയ ഒരു ഗവൺമെന്റ്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയ സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം കൊണ്ട് നടത്താൻ കഴിയുന്ന ഒരു ഐഡിയ ആണ്. ഓക്കെ, നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്. റാഷണൽ ആക്ടർ സീക്കിംഗ് സർവൈവൽ, കോപ്പറേഷൻ ഓൺലി ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് എന്താണ്? റാഷണൽ ആക്ടേഴ്സ്, അതായത് യുക്തിബോധമുള്ള ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ സർവൈവലിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ഭീമാകരമായ രാജ്യങ്ങൾ എന്ത് ചെയ്യും? അവരെ വഴിയും കളയും. അപ്പൊ അതിന് സർവൈവലിന് വേണ്ടി റാഷണൽ ആക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർഡിപെൻഡൻസ്. പിന്നെ കോപ്പറേഷൻ ഓൺലി ടു മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. ഓക്കെ, അതായത് ഈ പറയുന്ന രീതിയിൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഈക്വൽ സ്റ്റാറ്റസ് രാജ്യങ്ങൾ തമ്മിൽ നിലനിർത്താൻ വേണ്ടി കോപ്പറേഷൻ ഏർപ്പെടുത്തുക. യൂറോപ്യൻ പവേഴ്സ് പ്രിവെന്റിംഗ് ഡോമിനൻസ് ബൈ എനി വൺ സ്റ്റേറ്റ്. എക്സാമ്പിൾ. ഓക്കെ, അപ്പം യൂറോപ്യൻ യൂണിയൻ ഒക്കെ ബാലൻസ് ഓഫ് പവറിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ പറയുന്ന രീതിയിൽ ലീഗൽ ഈക്വൽ സ്റ്റാറ്റസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഏർലി 20th century ക്രൈസിസ് ഓഫ് സോവറിനിറ്റി. അങ്ങനെ സോവറിനിറ്റിക്ക് അല്ലെങ്കിൽ പരമാധികാരത്തിന് മുകളിലൊരു ഇടുത്തി വന്നു വീഴുകയാണ്. നമുക്ക് അക്കോർഡിംഗ് ടു 20th century നടക്കുന്ന സോവറിനിറ്റി മുകളിൽ ഉണ്ടായ വലിയ ക്രൈസിസ് എന്താണ്? വേൾഡ് വാർ ആണ്, അല്ലെ? ലോകമഹായുദ്ധങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അധിനിവേശവും കാര്യങ്ങളും ആക്രമണവും മരണവും കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് സോവറിനിറ്റിക്ക് ആയിരുന്നു, അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് മുതലുള്ള പരമാധികാരത്തിനെയാണ് പല രാജ്യങ്ങളും തുറച്ചേക്കാൻ ശ്രമിക്കുന്നത്. According to the Montevideo Convention on the Rights and Duties of the State, 1933, the state has 4 features. അങ്ങനെ മോണ്ടെവിഡിയോ കൺവെൻഷൻ എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ ഉണ്ട്. ഓക്കെ, അത് ഈ സ്റ്റേറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് ഉണ്ടാവേണ്ട റൈറ്റ്സിനെ കുറിച്ചാണ് 1993 ഈ കൺവെൻഷൻ ലോകത്തിലുള്ള പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്. അന്ന് അവര് പറഞ്ഞൊരു 4 കാര്യങ്ങളുണ്ട്. അതാണ് ഡിഫൈൻഡ് ടെറിട്ടറി. ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിട്ടറി ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന പോലെ വരത്ത് വെച്ചിട്ട് ഇതെല്ലാം ഞങ്ങൾ ടെറിട്ടറി എന്ന് പറയാൻ പറ്റില്ല. ഡിഫൈൻഡ് ആയിട്ടുള്ള ടെറിട്ടറി വേണം. ഒരു പെർമനന്റ് പോപ്പുലേഷൻ വേണം. പെർമനന്റ് പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു 1,00,000 പേര് ഇന്നുണ്ടെങ്കിൽ അടുത്ത വർഷം 1,00,000 പേര് നിൽക്കണമെന്നാണ് പെർമനന്റ് പോപ്പുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഞാൻ നേഷന്റെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞ ഒരു കൾച്ചറൽ ഒരു എത്നിക് സാധനം ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ അവിടെ എപ്പോഴും പോപ്പുലേഷൻ ഉണ്ടാവണം. ഓക്കെ, ഒരു രാജ്യത്ത് പോപ്പുലേറ്റഡ് ആയിരിക്കണം എന്നാണ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് എഫക്റ്റീവ് ഗവൺമെന്റ്. എഫക്റ്റീവ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എഫക്റ്റീവ് ആയ ഗവൺമെന്റ് ഉണ്ടാവണം. ദ കപ്പാസിറ്റി ടു എൻറ്റർ ഇൻ ടു റിലേഷൻ വിത്ത് അതർ സ്റ്റേറ്റ്. അതായത് ബാക്കിയുള്ള സ്റ്റേറ്റുമായിട്ട് ഇന്റർഡിപെൻഡന്റ് ആയി, അല്ലെങ്കിൽ പ്രോപ്പറായ ട്രേഡ് കൊമേഴ്സും ഒക്കെ നടത്തി വൃത്തിയിൽ കൊണ്ടുപോകാൻ ഈ പറയുന്ന സ്റ്റേറ്റിന് സാധിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്കൊരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കാൻ കഴിയും. അല്ലാതെ ഈ പറഞ്ഞ രീതിയിൽ ആഭ്യന്തര യുദ്ധങ്ങളും നടന്ന് എക്കണോമി സ്റ്റേബിൾ അല്ലാത്ത ഒരു രാജ്യങ്ങളായി സഹകരിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പ്രോപ്പർ സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് മോണ്ടെവിഡിയോ കൺവെൻഷനിൽ പറഞ്ഞു വെക്കുന്നത്. വേൾഡ് വാർ 1ഉം 2ഉമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലോകത്തിന്റെ സോവറിനിറ്റിക്ക് മേലുണ്ടായ ഏറ്റവും വലിയ കടന്നുകയറ്റമാണ് വേൾഡ് വാർ 1 and 2. ഫെയിലിയർ ഓഫ് ആബ്സലൂട്ട് സോവറിനിറ്റി ലെഡ് ടു ക്വസ്റ്റനിങ് ഓഫ് ദ സിസ്റ്റം, റൈസ് ഓഫ് കളക്റ്റീവ് സെക്യൂരിറ്റി. ഓക്കെ, അങ്ങനെ എന്താണ് ഈ സോവറിനിറ്റി എന്ന് പറയുന്ന ഐഡിയക്ക് മുകളിൽ എന്താണെന്നോ അതൊരു ഫെയിലിയർ ആയി മാറുകയാണ്, അല്ലേ? ഒരു സോവറിനിറ്റി എന്ന് പറഞ്ഞ ഐഡിയ ഒരു ഫെയിലിയർ ആയി മാറുകയാണ്. ഫെയിലിയർ ആയി മാറുന്ന പറഞ്ഞാൽ സോവറിനിറ്റി എന്താണ്? എക്സ്റ്റേണൽ ഇന്റർഫിയറൻസസ് ഇല്ലാതെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഈ പറയുന്ന ആക്രമണം ഇല്ലാതെ ഒരു രാജ്യത്തിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കുള്ളിൽ അവർക്ക് പൂർണ്ണമായ എന്താണ് അതോറിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ആബ്സലൂട്ട് സോവറിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ സോവറിനായ എല്ലാ രാജ്യങ്ങളും സോവറിനായി ഇന്റർഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റത്തിനെ അതിനുശേഷം ലോക യുദ്ധങ്ങൾക്ക് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഐഡിയ ലോകത്തിന് മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാല്ലേ കളക്റ്റീവ് സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണ്? 1ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലീഗ് ഓഫ് നേഷൻസ് വരുന്നു. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം UN വരുന്നു. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഗ് ഓഫ് നേഷൻ.
സ്റ്റിൽ സെൻട്രൽ ബട്ട് ലിമിറ്റഡ് ബൈ ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ്സ്. ഓക്കെ, ലീഗ് ഓഫ് നേഷൻസ് ഒക്കെ എടുത്താൽ എന്താണ്, സെൻട്രൽ ആണ്. കാരണം ലീഗ് ഓഫ് നേഷൻസ് സെൻട്രൽ നിൽക്കുന്നതാണ്. യുഎന്റെ സെക്യൂരിറ്റി കൗൺസിലൊക്കെ നോക്കിയാൽ എന്താണ്, അതിലും ഈ പറയുന്ന സെൻട്രൽ ഒരു 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 സെൻട്രൽ ടെൻഡൻസി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പവർ ഇസ് കോൺസെൻട്രേറ്റഡ് ടു ദ സെൻട്രൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷെ എന്താണ് ഈ പറയുന്ന ഇന്റർനാഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ മേളിൽ ഇവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് ലിമിറ്റഡ് ആണ്. ഓർ other nations can curtail their rights or they can interfere in their politics എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദ കോൾഡ് വാർ എറ ബൈപോളാരിറ്റി ആൻഡ് കൺട്രോൾ സോവറിറ്റി. അങ്ങനെ കോൾഡ് വാർ ആവുന്നു. കോൾഡ് വാർ ആവുമ്പോഴത്തേക്ക് എന്തുണ്ട്, പീരീഡ് ഡോമിനേറ്റഡ് ബൈ കോൾഡ് വാർ, വേൾഡ് ഡിവൈഡഡ് ഇൻടു 2 ബ്ലോക്സ്, സോവറിറ്റി കൺസ്ട്രെയിൻഡ് ബൈ സൂപ്പർ പവർ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു കോൾഡ് വാർ തൊട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സോവറിറ്റിയിൽ ഈ അധിനിവേശം നടത്തിക്കൊണ്ട് സോവറിറ്റി കർട്ടൈൽ ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഈ സോഫ്റ്റ് പവറിലൂടെ, ഈ ഹാർഡ് പവറിലൂടെ കാണാം, സോഫ്റ്റ് പവറിലൂടെ അല്ലെങ്കിൽ ട്രേഡ് കൊമേഴ്സിലൂടെ അല്ലെങ്കിൽ ഒരുപാട് എയ്ഡ് ഒക്കെ കൊടുത്ത് ഈ പറയുന്ന രീതിയിൽ ബാക്കി ചെറുകിട രാഷ്ട്രങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ സോവറിറ്റിയുടെ മേളിൽ ഒരു ഇന്റർഫിയറൻസ് എടുക്കാൻ ഈ പറയുന്ന സൂപ്പർ പവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇപ്പൊ US കൂടെ നിന്ന ഈ നാറ്റോയിലൊക്കെ മെമ്പർ ആയിരുന്ന രാജ്യങ്ങളും USSRയുടെ വാർസോ പാക്റ്റിലായിരുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ ഈ 2 രാജ്യങ്ങൾക്ക് എന്തുണ്ട്, ഒരു വലിയ തോതിലുള്ള അധികാരമുണ്ട്. ഓക്കെ, ഒരു പവർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ബേസിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഈ പറയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഈ രാജ്യങ്ങളുടെ മുകളിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് പറ്റുന്നുണ്ട്, അവിടെ ഈ പറയുന്ന സോവറിറ്റിയുടെ മേലിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഉണ്ടാവേണ്ട പരമാധികാരത്തിന് മുകളിൽ ഒരു കൺസ്ട്രെയിൻ വന്ന് വീഴുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നും ലോകത്തിൽ എന്താണ്, സോവറിൻ ആണ് എല്ലാ രാജ്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, ഒരു പാർഷ്യൽ സോവറിനിറ്റി രാജ്യങ്ങൾക്കുള്ളൂ. നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ്, സ്മോളർ സ്റ്റേറ്റ്സ് ഓഫ്റ്റൻ ഡിപെൻഡന്റ് ഓർ അലൈൻഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സ്റ്റേറ്റുകൾ ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾ ഒന്നെങ്കിൽ അലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതൊരു വലിയ രാജ്യമായിട്ട് ഡിപെൻഡന്റ് ആയിരിക്കും. എമർജൻസ് ഓഫ് ന്യൂക്ലിയർ ഡിറ്ററൻസ്. ന്യൂക്ലിയർ ഡിറ്ററൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എന്താണ് ന്യൂക്ലിയർ ഡിറ്ററൻസ്? ന്യൂക്ലിയർ ഡിറ്റർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയർ ശക്തികളായി കഴിഞ്ഞാൽ രാജ്യങ്ങളൊന്നും ഒരു പരിധിക്ക് മുകളിൽ ആക്രമിക്കില്ല എന്നൊരു ഐഡിയ ആണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണ് ഡിറ്ററൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നാറ്റോയും വാർസോ പാക്റ്റിന്റെ അലൈൻമെന്റ് ഒക്കെ വെച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. പോസ്റ്റ് കോൾഡ് വാർ എറ, ഗ്ലോബലൈസേഷൻ ആൻഡ് ഡിക്ലൈൻ ഓഫ് ആബ്സല്യൂട്ട് സോവറിറ്റി. അപ്പൊ കോൾഡ് വാറിന് ശേഷം എന്താവുന്നുണ്ട്, ആബ്സല്യൂട്ട് സോവറിറ്റി എന്ന് പറഞ്ഞ ഐഡിയ എങ്ങനെയാണ് മൊത്തത്തിൽ മുന്നിൽ പോകുന്നത് നോക്കാം. മേജർ ചേഞ്ചസ്, റൈസ് ഓഫ് ഗ്ലോബലൈസേഷൻ, സ്പ്രെഡ് ഓഫ് ഡെമോക്രസി ആൻഡ് ക്യാപിറ്റലിസം, ഇൻക്രീസ് റോൾ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അപ്പം 1990 ശേഷം എന്താവുന്നു, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വലിയ ഒരു സ്പ്രെഡ് ആവുകയാണ്. ഡെമോക്രസിയും ക്യാപിറ്റലിസം എന്നൊക്കെ, ഡെമോക്രസിയും ക്യാപിറ്റലിസം എന്താവുന്നു, സ്പ്രെഡ് ആവുന്നു. ഓക്കെ, കാരണം USSR എന്ന് പറഞ്ഞാൽ വളരെ ഓട്ടോക്രാറ്റിക് ആയ ഒരു രാജ്യമായിരുന്നു USSR. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് അണ്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്പബ്ലിക്കുകളുടെ ഒരു യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഈ പറഞ്ഞ രാജ്യങ്ങൾ സ്പ്ലിറ്റ് ആയതിനു ശേഷം ഡെമോക്രസിക്കാണ് ലോകം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ USSR വീണപ്പോൾ അതിന്റെ കൂടെ എന്തും വീണു, സോഷ്യലിസം എന്ന് പറഞ്ഞ ഐഡിയയും കൂടെയാണ് വീണത്. അപ്പം എന്ത് പറ്റി, ക്യാപിറ്റലിസം സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഓക്കെ, ക്യാപിറ്റലിസം ഭയങ്കര തോതിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ റോളുകൾ വർദ്ധിച്ചു തുടങ്ങി. ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ റോളുകൾ വർദ്ധിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ വെസ്റ്റിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ പറഞ്ഞു IMF ആയിക്കോട്ടെ, WTO ആയിക്കോട്ടെ, വേൾഡ് ബാങ്ക് ആയിക്കോട്ടെ, UN ആയിക്കോട്ടെ, ഇവർക്കെല്ലാം എന്തുണ്ട്, ഇവർക്കെല്ലാം ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങളോടാണ് കൂറ് കൂടുതലുള്ളത്. കാരണം ഇവരൊക്കെയാണ് കൂടുതൽ എയ്ഡ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ അധികാര പരിധി വരുന്നത് ഇവർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഈ പറയുന്ന വെസ്റ്റിന്റെ കളിപ്പാവായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അതിനെ കൗണ്ടർ ചെയ്യാനാണ് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ബ്രിക്സും AIBയും ഒക്കെ വരുന്നത്. ഓക്കെ, ഇപ്പൊ UN, WTO ഇപ്പൊ പറഞ്ഞോളൂ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എല്ലാം എന്താണ് ഈ പറയുന്ന പോസ്റ്റ് കാർഡ് വേൾഡ് അറിയില്ല, സോവറിറ്റി എന്ന് പറയുന്ന ഐഡിയയിൽ വലിയ ആക്ടേഴ്സ് ആണ്. സോവറിറ്റി ബിക്കം ഷെയർഡ് ഓർ പൂൾ, സ്റ്റേറ്റ്സ് ആർ ഇന്റർഡിപെൻഡന്റ്. സോവറിറ്റി ബിക്കം ഷെയർഡ് ഓർ പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സോവറിറ്റി എന്ന് പറഞ്ഞ ഐഡിയ എന്താണ്, ഒരു രാജ്യം അതിന്റെ മുകളിലില്ല പരമാധികാരം, ബാക്കി ആരും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഐഡിയ ഒക്കെ മാറി. സോവറിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് മുകളിലുള്ള പരമാധികാരം തന്നെ അവർ ഷെയർ ചെയ്ത് തുടങ്ങി. അതിന് വലിയ എക്സാമ്പിൾ ആണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ എന്താണ്, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെ പല തീരുമാനങ്ങളും കർട്ടൈൽ ചെയ്യാൻ യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയ്ക്ക് സാധിക്കും. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ കളക്റ്റീവായിട്ടെടുക്കുന്ന ഡിസിഷൻ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ മുകളിൽ ബാധിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഷെയർഡ് ആണ് അല്ലെങ്കിൽ പൂൾഡ് ആണെന്ന് നമുക്ക് പറയാം. സ്റ്റേറ്റ്സ് ആർ ഇന്റർഡിപെൻഡന്റ്. സ്റ്റേറ്റുകൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ടും സംസാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കൺട്രീസ് ഫോളോയിങ് WTO ട്രേഡ് റൂൾസ്. അതിന്റെ എക്സാമ്പിൾ കണ്ടംപററി എറ, ട്രാൻസ്ഫോമിംഗ് സ്റ്റേറ്റ് ഇൻ എ കോംപ്ലക്സ് വേൾഡ്, റൈസ് ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഓക്കെ, ഇപ്പൊ ഉള്ള ഒരു എറയാണ് നമ്മൾ നോക്കുന്നത്, ട്രാൻസ്ഫോമിംഗ് സ്റ്റേറ്റ് ഇൻ എ കോംപ്ലക്സ് വേൾഡ്, റൈസ് ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ആസ് വി നോ
NGOs, multinational corporations, and these private lobbies play a major role in the international politics. Okay, അപ്പം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, അതായത് ഈ NGOs ആയിക്കോട്ടെ, ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആയിക്കോട്ടെ, ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് വലിയൊരു റോൾ ഉണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വലിയൊരു റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സോവറിറ്റിക്ക് വേണ്ടി വലിയ റോൾ ഉണ്ട്. ഞാൻ US തന്നെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇന്ത്യയിലാണെങ്കിൽ കൂടെ പല മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ഇപ്പം അദാനിയും അംബാനിക്കും ഒക്കെ ഈ പറയുന്ന രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ പൊളിറ്റിക്സിനെ കർട്ടൈൽ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് കയറി ഈ പറയുന്ന രീതിയിൽ വലിയ തോതിൽ ഇടപെടാനുള്ള പവർ ഇന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പല MNCസും NGOs ഓർഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന് ഉണ്ടാവേണ്ട പരമാധികാരത്തിന് മുകളിലുള്ള കടന്നു കയറ്റങ്ങളാണ്. ഗ്ലോബൽ ഇഷ്യൂസ്, ക്ലൈമറ്റ് ചേഞ്ച്, സൈബർ സെക്യൂരിറ്റി, പാൻഡമിക്സ്, എല്ലാം എന്താണ്, ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം ഈ പറയുന്ന സോവറിറ്റിക്ക് വേണ്ടി ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. ഓക്കെ, ഇഷ്യൂസ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ പറയുന്ന കണ്ടംപററി എറയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ച്, സൈബർ സെക്യൂരിറ്റി, പാൻഡമിക്സ് ഒക്കെ. പിന്നെ റീജിയണൽ ഇന്റഗ്രേഷൻ, EU പോലെയുള്ള, ബ്രിക്സ് പോലെയുള്ള, ASEAN പോലെയുള്ള റീജിയണൽ ഇന്റഗ്രേഷൻ ഒക്കെ വന്നു തുടങ്ങി. നേച്ചർ ഓഫ് സ്റ്റേറ്റ് ടുഡേ നോട്ട് ആബ്സലൂട്ട്, സോവറിറ്റി ഈസ് കണ്ടീഷണൽ. സോവറിറ്റി എന്താണ്, കണ്ടീഷണൽ ആണെന്നാണ് പറയുന്നത്. അതായത് ആബ്സലൂട്ട് സോവറിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ ഒക്കെ ഡിക്ലെയർ ആയി. ഇപ്പൊ സോവറിറ്റി വർക്കാന്ന് പറഞ്ഞാല് ഈ പറയുന്ന ചില രാജ്യങ്ങൾക്ക് എന്തുണ്ടാവും, ചില രാജ്യങ്ങൾക്ക് കംപ്ലീറ്റ് സോവറിറ്റി ഒക്കെ ഉണ്ടാവും. ഇപ്പം US-നാണെങ്കിൽ കൂടെ നമുക്ക് കംപ്ലീറ്റ് സോവറിറ്റി ഉണ്ട് എന്നൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. ഓക്കെ, ഭയങ്കര പവർഫുൾ ആയി. ഇപ്പൊ റഷ്യയും ചൈനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിൽ ആബ്സലൂട്ട് സോവറിറ്റി ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഇന്ത്യ ആണെങ്കിൽ കൂടെ, അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ ആണെങ്കിൽ കൂടെ, ഇവർക്ക് എന്തുണ്ട്, ഇവരുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ ബാക്കി ചില രാഷ്ട്രങ്ങൾക്ക് ചെറിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആബ്സലൂട്ട് സോവറിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. സോവറിറ്റി കണ്ടീഷനാണ്. അപ്പം എന്താണോ സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്താണോ കണ്ടീഷൻ, അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ സോവറിറ്റിക്ക് മുകളിലുള്ള കണ്ടീഷൻസ് ഈ പറയുന്ന രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെറ്റ്വർക്ക് സ്റ്റേറ്റ് വർക്ക്സ് വിത്ത് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് നെറ്റ്വർക്ക് സ്റ്റേറ്റ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ എന്താണ്, സ്റ്റേറ്റുകളെല്ലാം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റുകൾ മാത്രമല്ല, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പറയുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, UN പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, ഇതിൽ നെറ്റ്വർക്ക് സ്റ്റേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെഗുലേറ്ററി സ്റ്റേറ്റ് മാനേജസ് റാദർ ദാൻ കൺട്രോൾസ് എവറിത്തിങ്. റെഗുലേറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിനെയും നോക്കിക്കണ്ട് കൺട്രോൾ ചെയ്ത്, ഇപ്പം എന്താണ് ഈ പറയുന്ന USSR ഒക്കെ വർക്ക് ചെയ്ത പോലെ എല്ലാം സ്റ്റേറ്റ് തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്ന രീതിയിലല്ല, മോർ ലൈക്ക് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ, സ്റ്റേറ്റ് ഈസ് ആക്ടിങ് ലൈക്ക് എ മോർ ഓഫ് എ ഫെസിലിറ്റേറ്റർ റോൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു റെഗുലേറ്ററിന്റെ റോൾ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളാണ് സ്റ്റേറ്റ് ഇപ്പൊ എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റിന്റെ കാര്യമായാലും എന്താണ്, കുറെ പ്രൈവറ്റൈസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അതൊക്കെ ഫെസിലിറ്റേറ്റർ ആണ്. സ്റ്റേറ്റെല്ലാം നോക്കി നടത്തുന്നുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഡയറക്റ്റ് കൺട്രോളോ അല്ലെങ്കിൽ എല്ലാത്തിനും ഉള്ള ഒരു പരമാധികാരോ സ്റ്റേറ്റ് ഇപ്പം വെച്ച് പുലർത്തുന്നില്ല. സൈബർ ത്രെഡ്സ്, ടെററിസം, എക്കണോമിക് പ്രോബ്ലം, ഇതെല്ലാം പുതിയ കാലത്ത് ഉണ്ടാകുന്ന ത്രെട്ടുകളാണ്. ഓക്കെ, കൺക്ലൂഷൻ എന്താണെന്ന് നോക്കാം. From Westphalia to today, state has evolved from absolute sovereign authority to interdependent constraint actor to a participant in a complex global governance system. ഇപ്പൊ വെസ്റ്റ്ഫാലിയ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഒരു ഇന്റർഫിയറൻസും ഇല്ല, ഞങ്ങളുടെ അധികാര പരിധി ഞങ്ങൾ നിശ്ചയിച്ച് ഞങ്ങൾ അവിടെ അധികാരം നടത്തും, പുറത്തുനിന്നും ആരും ഇടപെടണ്ടെന്ന് പറഞ്ഞ കാലത്ത് നിന്ന് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇടപെടലുകളൊക്കെ ആയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്താണ് സോവറിൻ അല്ലെങ്കിൽ ആബ്സലൂട്ട് സോവറിൻ എന്ന് പറഞ്ഞ ഐഡിയ ഡിക്ലൈൻ ആയിട്ട് ഒരു പാർഷ്യൽ സോവറിനിറ്റി ഒക്കെയാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു ഇന്റർ ഡിപ്പെൻഡന്റ് ആൻഡ് കൺസ്ട്രെയിൻഡ് ആക്ടർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉള്ള ഒരു ആക്ടർ ആയിട്ടാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോബൽ പൊളിറ്റിക്സ് നമ്മൾ നോക്കാം. സ്റ്റേറ്റ് ഇസ് സെൻട്രൽ ബട്ട് ഇറ്റ് ഇസ് നോ ലോnger ദ ഓൺലി ആക്ടർ. ഓക്കെ, സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിന്റെ ഇതിൽ സെൻട്രൽ ആണ്. ഓക്കെ, പക്ഷെ സ്റ്റേറ്റ് മാത്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരേ ഒരു ആക്ടർ എന്ന രീതിയിലല്ല ഈ പറയുന്ന NGOs, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, പുറത്തുനിന്നുള്ള പല രാജ്യങ്ങളും, പുറത്തുള്ള സ്റ്റേറ്റുകളുടെ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് സോവറിറ്റി ഈസ് ഫ്ലെക്സിബിൾ, നെഗോഷിയേറ്റഡ് ആൻഡ് ഷെയർഡ്. ഓക്കെ, അപ്പൊ സോവറിറ്റി എന്താണ്, ഇറ്റ്സ് ഫ്ലെക്സിബിൾ, നെഗോഷിയേറ്റഡ് ആൻഡ് ഷെയർഡ് എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇത്ര നേരം പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. എന്താണ്, ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങളുള്ള അധികാര പരിധിയിൽ നമ്മൾ ചിലപ്പോൾ വരുത്തും. നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് നമുക്ക് ആവശ്യമായ കാര്യമാണെങ്കിൽ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മുടെ പരമാധികാരത്തിന് മുന്നിൽ വരുത്താൻ തയ്യാറാണ്. അത് ഈ ഇന്റർ ഡിപ്പെൻഡൻസ് കൊണ്ട് വരുന്ന സാഹചര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വെസ്റ്റ്ഫേലിയ ടു കണ്ടംപററി ടൈംസിൽ പറയാനുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ഒന്നുമില്ല, ഒരു ബേസിക് അനാലിസിസ്. ഓക്കെ, അടുത്താണ് ഇൻഫർമേഷൻ റെവല്യൂഷൻ ആൻഡ് ഇന്റർനാഷണൽ ബേസിസ്. ഇൻഫർമേഷൻ റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം. refers to the rapid growth of information communication and computer technology. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇൻഫർമേഷൻ റെവല്യൂഷൻ എന്താണ്, ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി, IT റെവല്യൂഷൻ ലോകത്തിൽ നടന്നില്ലേ, IT റെവല്യൂഷൻ നടന്നു, അല്ലെങ്കിൽ ഒരു മൾട്ടി മീഡിയ റെവല്യൂഷൻ ലോകത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ
ഓക്കെ, ഒരു IT revolution happened in the world, and that's what we say as an information revolution. Okay, information revolution refers to the rapid growth of information, communication and computing technologies. Okay, അപ്പം ഈ ഒരു ലോകത്തിലുണ്ടായ ഈ റാപ്പിഡ് ഗ്രോത്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ സെക്ടറിലൊക്കെ ഉണ്ടായ ഒരു റാപ്പിഡ് ഗ്രോത്തിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് റെവല്യൂഷൻ എന്ന് പറയുന്നത്? റെവല്യൂഷൻ എന്താണ്? റെവല്യൂഷനും എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റെവല്യൂഷനും എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റെവല്യൂഷനും എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റെവല്യൂഷൻ സഡൻ ആണ്, അത് തന്നെ. റെവല്യൂഷൻ ക്വിക്ക് ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒക്ടോബർ റെവല്യൂഷൻ, എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ കുരങ്ങനെ നിന്ന് മനുഷ്യനെ വരുന്ന സമയം. നമ്മുടെ എവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ച് എവല്യൂഷൻ ഗ്രാജുവൽ ആണ്. അതെ, കമ്മ്യൂണിസ്റ്റ് ആശയം വെച്ചിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയധാര വെച്ചിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം എന്താണ്? റെവല്യൂഷനിലൂടെ ഉണ്ടാക്കിയത്. സോഷ്യലിസം നമുക്ക് റെവല്യൂഷനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിസം എന്താണ്? അതൊരു എവല്യൂഷണറി പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അതായത് കാലങ്ങളെടുത്ത് സോഷ്യലിസത്തിലൂടെ പതിയെ പതിയെ സ്റ്റേറ്റിന്റെ അണ്ടറിലേക്ക് എല്ലാം കൊണ്ടുവന്ന് ഈ പറയുന്ന റിസോഴ്സസിലെല്ലാം എല്ലാവരിലേക്കും എത്തിച്ച് പതിയെ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആക്കി എടുക്കുക എന്നത് പറയുന്നതാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയധാര. ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന എവല്യൂഷണറി പ്രോസസ് ആണ്. ഓക്കെ, അപ്പം അതാണ് എവല്യൂഷനും റെവല്യൂഷനും നമ്മൾ വ്യത്യാസം. അതേക്കായിരുന്നു ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷൻ. വളരെ ക്വിക്കായിട്ട് ലോകത്തിൽ ഉണ്ടായ ഒരു ഐഡിയ ആണ്. നമ്മളിപ്പം ടിവിയുടെയും ടെലിവിഷന്റെയും റേഡിയോയുടെയും കാര്യം, ഇന്റർനെറ്റ് വരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. റേഡിയോ ഒരു കണക്കുണ്ട്. റേഡിയോ ലോകത്തിൽ മൊത്തം വ്യാപിക്കാൻ ഇത്രയും വർഷം എടുത്തു. അതിന്റെ കൂടുതൽ സമയം എന്തിനെടുത്തോളൂ? ടെലിവിഷൻ എടുത്തോളൂ. അതിന്റെ 11 സമയം ഇന്റർനെറ്റിന് എടുത്തോളൂ എന്ന് പറഞ്ഞൊരു കണക്കുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇൻഫർമേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ എക്സ്പോഷൻ, ഇന്റർനെറ്റ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ഗ്ലോബൽ മീഡിയ നെറ്റ്വർക്ക്സ്. ഇറ്റ്സ് എ കോർ ഡ്രൈവർ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന്റെ ഒരു കോർ ഡ്രൈവർ എന്താണ്? ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷൻ തന്നെയാണ്. ഓക്കെ, കാരണം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ബോർഡേഴ്സ് എടുത്ത് കളയുക എന്ന് പറയുന്നതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു ബേസിക് ഐഡിയ. ഈ ലോകങ്ങൾ തമ്മിൽ ഇന്റർഡിപെൻഡന്റ് ആക്കുക, ട്രേഡും കോമേഴ്സും വർദ്ധിക്കുക, ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക, പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റി, കൾച്ചറലി ഉള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു ഹോൾ ഐഡിയ. അപ്പൊ അതെങ്ങനെയാണ് കൂടുതൽ സാധ്യമാകുന്നത്? ഈ പറയുന്ന ഈ മീഡിയ വേൾഡിലൂടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൈബർനെറ്റിക് വേൾഡിലൂടെയാണ് ഈ പറയുന്ന ഗ്ലോബലൈസേഷന്റെ പ്രധാനമായ ഡ്രൈവറായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ IT സെക്ടർ മാറി വരുന്നു. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ബിഗെയിൻ വിത്ത് ടെക്നോളജി പ്രോസസ്. ലൈക്ക് നമുക്ക് ടെലിഗ്രാഫ് ആയിരുന്നു, പിന്നെ ടെലിഫോണായി, റേഡിയോ ആയി, ടെലിവിഷനായി, പിന്നീട് എന്തായി? ലോകത്തിനെ തന്നെ മാറ്റിമറിച്ച ഇന്റർനെറ്റ് റെവല്യൂഷനായി. മേജർ മൈൽസ്റ്റോൺ ആയിട്ട് പറഞ്ഞ 1957 ലോഞ്ച് ഓഫ് ഫസ്റ്റ് സാറ്റലൈറ്റ്, സ്റ്റാർട്ട് ഓഫ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എറ. ഓക്കെ, 3 revolution: information revolution, communication revolution, electronic computing revolution. ഇങ്ങനെ ഒരു 3 revolution ആണ് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. Key features of information is massive flow of information across borders, emergence of global village concept, difficulty for states to control information, growth of internet users. നമുക്കെല്ലാം അറിയുന്നതല്ല, ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ ഇന്ന് സെക്കൻഡുകൾ പോലും വേണ്ട, അല്ലെ? അതായത് അത് ഒരു ബോർഡർ താണ്ടി ലോകത്ത് നിൽക്കുന്ന ആർക്കായാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എമർജൻസ് ഓഫ് ഗ്ലോബൽ വില്ലേജ്, അതായത് ലോകം ഒരു വില്ലേജ് ആണ്. ഓക്കെ, ലോകം എന്ന് പറഞ്ഞ ഒരു വില്ലേജ് ആണ്. ഗ്ലോബൽ എന്തുകൊണ്ടാണ് വില്ലേജ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാൻ നമ്മൾ കാരണം എന്താണ്? നമ്മൾ ഗ്ലോബൽ സിറ്റി എന്നോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നത്. ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എന്താണ് പീപ്പിൾ ലീവിംഗ് എന്നാണ്, അല്ലെ? വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പം ആ ഒരു ഐഡിയയിലാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. കാരണം അത്രയും ചെറുതാണല്ലോ ഈ ഇൻഫർമേഷൻ ഏജിൽ, IT ഏജിൽ ലോകം അത്രയും ചെറുതാണ്. ലോകത്തിലുള്ള നമുക്ക് ഏത് ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് ലോകത്തിലുള്ള ആരുടെ കയ്യിലേക്ക് നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ എത്തിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു വില്ലേജിൽ നിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ കാര്യങ്ങൾ പാസ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്ലോബൽ വില്ലേജ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. ഡിഫിക്കൽട്ടി ഫോർ സ്റ്റേറ്റ്സ് ടു കൺട്രോൾ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താണ്? പണ്ട് സ്റ്റേറ്റിലൊക്കെ എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന രീതിയിൽ സീക്രസി ഉണ്ടായിരുന്നു, ഡിസ്ക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. കാരണം എന്റെ കയ്യിലുള്ള ഇൻഫർമേഷൻ എന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അത് കൊടുക്കണോ വേണ്ടെന്ന് ഞാൻ അത് തീരുമാനിച്ചിരുന്നു. ഓക്കെ, പക്ഷെ ഇന്നത്തെ കാലത്ത് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം സ്വകാര്യമായി ഡീൽ ചെയ്യാൻ പറ്റില്ല. എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമുക്ക് എന്താണ് ഡീൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പം എപ്സ്റ്റീൻ ഫയൽസ് ഒക്കെ റിലീസ് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം എപ്സ്റ്റീൻ ഫയൽസ് അത്രയും സെൻസിറ്റീവ് ആയ ഒരു ഇൻഫർമേഷൻ ആണ്.
സെൻസിറ്റീവ് ആയ ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പം അത് സ്റ്റേറ്റിന് തീരുമാനിക്കാം, റിലീസ് ചെയ്യേണ്ട വേണ്ടെന്ന് സ്റ്റേറ്റിന് തീരുമാനിക്കാമെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവർ അത് നിർബന്ധരാകും. കാരണം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും മൂടി വെക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് മൂടി വെക്കുമ്പോഴാണ് ഇത് പ്രശ്നം ഉണ്ടാവുക, പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗ്രോത്ത് ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ് മില്യൺസ് ടു ബില്യൺസ്. ഓക്കെ, നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്റർനെറ്റ് ഇല്ലാത്ത മനുഷ്യന്മാരില്ല. ഓക്കെ, മനുഷ്യന്മാരുണ്ട്. ഇന്ത്യയിലൊക്കെ ഇന്റർനെറ്റ് പെനട്രേഷൻ റേറ്റ് ഭയങ്കര കുറവാട്ടോ. നമ്മൾ ഈ പറയുമെങ്കിലും ഈ പറയുന്ന രീതിയിൽ എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട്, മൊബൈൽ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ത്യയിൽ ഇന്റർനെറ്റ് പെനട്രേഷൻ റേറ്റ് ഇന്നും എനിക്കൊന്ന് ഒരു 50-60% ഉള്ളൂ. അതായത് ഇന്ത്യയിലുള്ള ഇന്നും ഒരു 30-40% ആൾക്കാരുടെ കയ്യിൽ ഇന്നും സ്മാർട്ട് ഫോണും എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇന്റർനെറ്റ് ഒന്നും ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. നമ്മൾ പറയുമ്പോൾ നമ്മളിങ്ങനെ പറയും ആരുടെ കയ്യിലെ മൊബൈൽ ഇല്ലാത്ത നെറ്റ് ഇല്ലാത്തത്, പക്ഷേ പെനട്രേഷൻ ഇന്നും ഇന്ത്യയിൽ വളരെ ലോ ആണ്. അത് മാത്രമല്ല പെനട്രേഷന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോർത്തിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ചിലപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഉണ്ടാവുക. അത് ഉപയോഗിക്കുന്ന ആരായിരിക്കും? ആ വീട്ടിലെ കാർന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലൊരു പാട്രിയാർക്ക് ഉണ്ടാവും, ഒരു പുരുഷൻ ഉണ്ടാവും, കുടുംബനാഥനായിട്ടുള്ള ആളായിരിക്കും ഫോൺ ഉപയോഗിക്കുക. സ്ത്രീകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ കുട്ടികളായിരിക്കും ഉപയോഗിക്കുക, സ്ത്രീകൾ ഉപയോഗിക്കുന്നത് കുറവാണ്. അപ്പൊ അതൊക്കെ ഇന്റർനെറ്റ് പെനട്രേഷൻ ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലോബൽ സ്കെയിലിൽ പറഞ്ഞാൽ ഗ്രോത്ത് ഓഫ് ഇന്റർനെറ്റ് യൂസേഴ്സ് എന്താണ്, അത് ക്രമാതീതമായി ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇമ്പാക്ട് ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ്, പൊളിറ്റിക്കൽ ഇമ്പാക്ട്, വീക്കനിങ് ഓഫ് സ്റ്റേറ്റ് സോവറിനിറ്റി, റൈസ് ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. ഓക്കെ, അപ്പം ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷൻ വന്നതിന് ശേഷമുള്ള ഇമ്പാക്റ്റുകളാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് സോവറിനിറ്റിനെ ഇൻഫർമേഷൻ റെവല്യൂഷൻ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് സോവറിനിറ്റിനെ എങ്ങനെ ബാധിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കാരണം സോഷ്യൽ മീഡിയക്ക് ഈ പറയുന്ന രീതിയിൽ സ്റ്റേറ്റിന്റെ മുകളിൽ, സോഷ്യൽ മീഡിയ മാത്രമല്ല മീഡിയക്ക് ഈ പറയുന്ന സ്റ്റേറ്റിന്റെ മുകളിൽ ഒരുപാട് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പണ്ട് സ്റ്റേറ്റിൽ ഫംഗ്ഷൻ തീരുമാനിക്കുന്നത് എന്തായിരുന്നു? തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ കുറച്ച് ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാവും, അവരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് ഈ പറയുന്ന രീതിയിൽ ഡെമോക്രാറ്റിക്കലി എലക്ട് ആയി വന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇവരായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ മീഡിയ ഉള്ളത് കൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഭയങ്കരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, മോശം രീതിയിൽ ബാധിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, സോഷ്യൽ മീഡിയ വഴി വേണമെങ്കിൽ നമുക്ക് ഒരാളെ ഭരണത്തിലേക്ക് കയറ്റാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി ഇന്ന് കയറിയില്ലേ? ഇന്ന് വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിൽ കയറില്ലേ? വിജയ് തമിഴ്നാട്ടിൽ അത്ര ഒരു രീതിയിൽ വേരോട്ടം ഉണ്ടാകാൻ കാരണം പുള്ളിക്ക് സോഷ്യൽ മീഡിയ വഴിയും ഉണ്ടാക്കിയെടുത്ത പുള്ളി ഇമേജ് ആണ്. ഓക്കെ, മീഡിയ വഴിയും സോഷ്യൽ മീഡിയ ആസ് ആൻ ആക്ടർ തമിഴ്നാട്ടിൽ ഈ പറയുന്ന ഹീറോ വർഷിപ്പും ആക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വലിയ തോതിൽ ഇന്ന് തമിഴ്നാട് ഇലക്ഷനിൽ അത് ബാധിച്ച് സോഷ്യൽ മീഡിയ വഴി പുള്ളി ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണ്. ഓക്കെ, സോഷ്യൽ മീഡിയ കൊണ്ട് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നോക്കാം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറാൻ തന്നെ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ഡോമിനൻസ് ചെറുതല്ലായിരുന്നു. ഓക്കെ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ഈ പറയുന്ന ജനങ്ങളെല്ലാം അറിയുന്നുണ്ട് രീതിയിലുള്ള നറേറ്റീവ് നിന്നപ്പോ ഒരു നറേറ്റീവ് തന്നെ കോൺഗ്രസ് കേരളത്തിൽ സെറ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ മീഡിയ വഴി. ഓക്കെ, നറേറ്റീവ് തന്നെ സെറ്റ് ചെയ്തു. ഓക്കെ, ആ സെറ്റ് ചെയ്ത നറേറ്റീവിൽ നിന്നാണ് ഇവർക്ക് നല്ലൊരു ശതമാനം യൂത്തിന്റെ വോട്ട്, അല്ലെങ്കിൽ ഒരു ഏജ് വരുന്ന ആൾക്കാരുടെ പോപ്പുലേഷൻ വോട്ട്സ് ഒക്കെ സെറ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന രീതിയിൽ മീഡിയയും സോഷ്യൽ മീഡിയയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ ഒപ്പീനിയൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ഇപ്പം എന്റെയോ നിങ്ങളുടെ ഒക്കെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ അറിയാം സോഷ്യൽ മീഡിയ ആണ്. ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാര് ബയസ്ഡ് ആയിട്ട് നിന്ന് പറയുന്ന ഒപ്പീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഒപ്പീനിയൻസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് നമ്മുടെ ഒപ്പീനിയൻസ് ഫോർമുലേറ്റ് ചെയ്തതെന്ന് എങ്ങനെയാണ്? ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാര് സോഷ്യൽ മീഡിയയിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും മുതലാളിമാര് കൺട്രോൾ ചെയ്യുന്ന, ഇന്ന് ഇന്ത്യയിൽ പ്രോപ്പർ ആയിട്ട് ബയസ്ഡ് അല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ പോലും ഇല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു രാജ്യം നമ്മൾ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഇങ്ങനത്തെ ആൾക്കാര് കീ കൊടുത്ത് വിടുന്ന പാവങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പോളിസീസ് അനുസരിച്ചുള്ള, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് അനുസരിച്ചാണ് നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് സ്റ്റേറ്റ് സോവറിനിറ്റി വീക്കനിങ് ആവാൻ ഈ പറയുന്ന ഇന്റർനെറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റെവല്യൂഷൻ കാരണമായി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ബയസ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇൻഫർമേഷൻ സെക്ടർ. അത് ആരാണോ അതിന് കൂടുതൽ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇതിനകത്ത് കൂടുതൽ എഫേർട്ട് ഇടാൻ പറ്റുന്നത്, അവർക്കനുസരിച്ച് ഇൻഫർമേഷൻ മേഖലകൾ അല്ലെങ്കിൽ ഈ പറയുന്ന IT മേഖലകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്റ്റേറ്റ് സോവറിനിറ്റിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. റൈസ് ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇൻക്രീസ് ഇന്ത്യ ഡിപെൻഡൻസ് ഓൺ സ്റ്റേറ്റ്സ്. ഇപ്പൊ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ നമ്മൾ പറഞ്ഞു, ഗ്ലോബലൈസേഷനിലൂടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബോർഡറുകൾ ഇല്ലാവുന്നതാണ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ആവുന്നത്. ലോകത്തിലുള്ള പല രാജ്യങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഉള്ളവർ ചിലപ്പം ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ അറിയായിരിക്കും അല്ലെ. നമ്മുടെ സുഹൃത്തുക്കൾ മാത്രമല്ല, പല രാഷ്ട്രങ്ങളിലെ പല സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊന്നും അറിയാവുന്ന കാര്യമില്ല. അപ്പൊ ഇതെന്താണ്,
ആൾക്കാർ തമ്മിലുള്ള പീപ്പിൾ ടു പീപ്പിൾ കണക്ടിവിറ്റിയും ഇവിടെ എന്താണ് ഊന്നി ഉറപ്പിക്കുകയാണ്. അപ്പം ഇതൊക്കെ എന്താണ് ഇന്ത്യ ഡിപെൻഡൻസ് കൂടുകയാണ് സ്റ്റേറ്റുകളിൽ. ഗ്രോത്ത് ഓഫ് ഗ്ലോബൽ മാർക്കറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ ഫ്ലോ. ഓക്കെ, അങ്ങനെ IT സെക്ടർ വളരുന്നു, മീഡിയ കാര്യങ്ങളെല്ലാം വളരുന്നു, ഇത് ഗ്ലോബൽ ഒരു മാർക്കറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട്. ഡെയിലി ഗ്ലോബൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ $1.5 ട്രില്യൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെയിലി ലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് തന്നെ $1.5 ട്രില്യൺ ആണ്. ഇതെല്ലാം ഇൻഫർമേഷൻ റെവല്യൂഷനിലൂടെ വരുന്ന കാര്യമാണ് കേട്ടോ. റൈസ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. ഓക്കെ, സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ ഗ്ലോബലി, അത് വലിയൊരു പ്രശ്നമുള്ള ഒരു സാധനമാണ്. നമ്മൾ പറഞ്ഞത് ഈ വെസ്റ്റിന്റെ കയ്യിലുള്ള ഒരു സോഫ്റ്റ് പവർ ആണ്. അതായത് വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലുള്ള ജീവിതമാണ് ഒരു സുഖസുന്ദരമായ ജീവിതം, അല്ലെങ്കിൽ വെസ്റ്റിന്റെ കൾച്ചറാണ് കൾച്ചർ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം ഈ ഇൻഫർമേഷൻ സെക്ടറിലൂടെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അത് ഇൻഫർമേഷൻ സെക്ടറിലൂടെ പണ്ട് ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിനെ കേന്ദ്രീകരിച്ച് മാത്രം വർക്കായിരിക്കും. ഇപ്പം US ആർമിക്ക് കേന്ദ്രീകരിച്ച് US എടുത്ത വർക്കായിരുന്നു. വെസ്റ്റിലെ കൾച്ചർ ഭയങ്കര സംഭവമാണ്. പക്ഷെ ഇന്ന് ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇൻഫർമേഷൻ റെവല്യൂഷൻ വന്നതിന് ശേഷം വെസ്റ്റിലെ കൾച്ചർ എന്തോ വലിയ സംഭവമാണ് എന്നൊരു സംഭവത്തിലാണ് ഇന്ന് ലോകം ഫുള്ള് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ഈ വെസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? US പോലുള്ള നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്. US ഫ്രാൻസും ഒക്കെ വരുന്ന എല്ലാം വെസ്റ്റ് ആണ്. ഈ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഒരു ടേം ആണ് വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുട്ടികളാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലെ? മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു, യൂത്ത് ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ മാത്രമല്ല യൂത്ത് അങ്ങോട്ട് പോകുന്നത്, അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു കൾച്ചറൽ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. ഓക്കെ, കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈലിനും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത് പറയുന്ന രീതിയിൽ പഠിച്ച് പാസ്സാവുക, വലിയ ജോലി നേടുക, അല്ലെങ്കിൽ ഒരു വേറൊരു ജീവിതം നയിക്കുക എന്നുള്ള ഐഡിയ മാത്രമല്ല, അവിടുത്തെ ലൈഫ് സ്റ്റൈലിനും കൂടെ അട്രാക്റ്റഡ് ആയിട്ടാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പോകുന്നത്. ഓക്കെ, അതാണ് ഈ പറയുന്നത്. അത് വെസ്റ്റേൺ കൾച്ചർ, ഈ പറയുന്ന ഗ്ലോബലൈസേഷൻ ഒക്കെ ഭാഗമായിട്ട് വെസ്റ്റേൺ കൾച്ചറിൽ എന്തോ വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുടെ പുറത്താണ് കുട്ടികൾ ഈ പറയുന്ന രീതിയിൽ പോകുന്നത്. ഓക്കെ, അതൊരു കൾച്ചറൽ ഇമ്പാക്ട് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ കൾച്ചറിനാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഐഡന്റിറ്റി ഉണ്ട്, അല്ലെ? നമുക്കൊരു കൾച്ചർ ഉണ്ട്, അതാണ് ഡിമിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഡോമിനൻസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കെല്ലാം അറിയാമെന്നല്ലേ ഇംഗ്ലീഷ് എന്താണ്? ഇംഗ്ലീഷ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡോമിനേറ്റിംഗ് ലാംഗ്വേജ്. UN പോയാലും എവിടെ പോയാലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും കുറച്ച് പിടിച്ചേക്കാൻ പറ്റും. അത് ഒരു ഡോമിനൻസ് ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, പക്ഷെ ഈ സാധനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അധികം ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അധികം ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ജർമ്മനി നിങ്ങൾക്ക് പോകണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ഈ ഡോമിനൻസ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കാരണം നമ്മളൊക്കെ ഡെവലപ്ഡ് നേഷൻസ് ആണ്, ഈ പറഞ്ഞ ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ ഒരു മൾട്ടി കൾച്ചറൽ രാജ്യമാണ്. ഒന്നെങ്കിൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും? ഹിന്ദി പഠിക്കേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വേറെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി വരും. അപ്പം അതുകൊണ്ട് ഇംഗ്ലീഷ് ഇന്ത്യ പോലുള്ള മൾട്ടി കൾച്ചറൽ രാജ്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ നല്ലതാണ്, ഒരു തരത്തിൽ അത് ഒരു പ്രോബ്ലമാറ്റിക് ആണ്. ഓക്കെ, അവിടെയും നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ലോക്കൽ ലാംഗ്വേജസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ. ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, പുറത്ത് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഈ പറയുന്ന രീതിയിൽ സ്വന്തം മലയാളം എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ട്, നമുക്കറിയില്ല. അത് ഈ ഇംഗ്ലീഷിന് നമ്മൾ മച്ച് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന്റെ പാർട്ടാണെന്നുള്ള ഒരു ഐഡിയ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, സെക്യൂരിറ്റി ഇമ്പാക്ട്, റൈസ് ഓഫ് ഗ്ലോബൽ ടെററിസം, എക്സ്പാൻഷൻ ഓഫ് സൈബർ ത്രെഡ്സ് ആൻഡ് ഓർഗനൈസ്ഡ് ക്രൈംസ്. ഈ ടെററിസം വളരാനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇൻഫർമേഷൻ സാധനങ്ങൾ, അതായത് ഇൻഫർമേഷൻ റെവല്യൂഷൻ വലിയ തോതിൽ കാരണമായിട്ടുണ്ട്. ഈ പറയുന്ന സൈബർ ത്രെഡ്സ്, ഈ പറയുന്ന സൈബർ ആക്രമണങ്ങൾക്ക്, അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈമുകൾക്കെല്ലാം പണ്ട് വളരെ ഫിസിക്കലി ചാലഞ്ചിങ് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന ക്രൈം ആയത്, ഇപ്പൊ ഡ്രഗ് പെഡ്ലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ പറയുന്ന ക്രിമിനൽ സിൻഡിക്കേറ്റുകളൊക്കെ ലാറ്റിൻ അമേരിക്കയിലും മെക്സിക്കോയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. ഓക്കെ, ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അത്രയും പാടാവുന്നത് അവർ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും സാറ്റലൈറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പല ടെററിസ്റ്റുകളെയും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ലോക രാജ്യങ്ങളും. ഓക്കെ, അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ റവല്യൂഷന് ശേഷം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്ടർ അത്രയും വളർന്നപ്പോൾ ലോകത്തിന്റെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ടെററിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡൈനാമിക്സ് വരെ മാറി തുടങ്ങി. ഇൻഫർമേഷൻ റവല്യൂഷൻ ബാക്ക് ബോൺ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന്റെ ബാക്ക് ബോൺ എന്താണ്? ഇൻഫർമേഷൻ റവല്യൂഷൻ ആണ്. Free flow of goods, capital ideas, increased economic integration. IMF defines globalization as integration of markets. IMF എന്താണ് പറയുന്നത്? മാർക്കറ്റുകളുടെ ഒരു ഇന്റഗ്രേഷൻ ആയിട്ടാണ് IMF ഗ്ലോബലൈസേഷനെ പറയുന്നത്. അതായത്
ലോകത്തിലുള്ള പല പല മാർക്കറ്റുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ആ ഒരു ഐഡിയ ആണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ടിവിറ്റി. നമുക്കെല്ലാം അറിയുന്ന പോലെ ലോകത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊരു ഒരു നല്ലൊരു ഫാക്ടറാണ്. റൈസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ഇൻഫർമേഷൻ ടെക്നോളജി വളർന്നപ്പോൾ ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി തുടങ്ങി അല്ലേ. ഇപ്പൊ നമ്മൾ തന്നെ പല കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ വരുന്നു, അല്ലെങ്കിൽ ജീവിക്കേണ്ട രീതി, ജീവിത നിലവാരത്തിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നു. റൈസ് ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരുന്നു. അതിന്റെ ഒരു പാർട്ടായിട്ട് ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ കോപ്പറേഷൻ. ഇൻഫർമേഷൻ ടെക്നോളജി വരച്ചപ്പോൾ എന്ത് കിട്ടി? ഈ രാജ്യത്തിന്റെ തന്നെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ബന്ധവും അവിടെ കുറച്ചും കൂടെ ഈസ് ആവുകയാണ് അല്ലെ, കുറച്ചുകൂടെ ഈസ് ആവുകയാണ്, പെട്ടെന്ന് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. അപ്പോൾ അതും ഗ്രോത്ത് ഓഫ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ആണ്. ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ നോളജ് സൊസൈറ്റി. ഗ്ലോബൽ നോളജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. ഈ നോളജ് എന്ന് പറയുന്ന കാര്യം ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവിടെ തന്നെ നിന്ന് ഈ അഴുകി പോവാതെ ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും അത് അസസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോളജ് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ നമ്മളൊക്കെ തന്നെ എന്താണ്, നമ്മളൊക്കെ എന്ത് പ്ലാറ്റ്ഫോമിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു ക്ലാസ് മുറി വാടക എടുത്തിട്ട് അവിടെ നിന്നാണോ ഞാൻ ക്ലാസ് എടുക്കുന്നത്? അല്ല, നമ്മൾ ഒരു ടീച്ച്മെന്റ് പോലെയുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊക്കെ എന്തിന്റെ പാർട്ടായിട്ടാണ് വന്നത്? ഞാൻ എനിക്കുള്ള നോളജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് എന്തിന്റെ പാർട്ടായിട്ടാണ്? ഈ പറയുന്ന ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ റെവല്യൂഷൻ നടന്നതിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പം ഡെവലപ്മെന്റ് ഓഫ് ഗ്ലോബൽ നോളജ് സൊസൈറ്റി. നെഗറ്റീവ് എഫക്ട് എന്താണ്? ഡിജിറ്റൽ ഡിവൈഡ്. ഡിജിറ്റൽ ഡിവൈഡ് വലിയൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ ഒരു കാര്യമാണ്, അതായത് ഈ പറയുന്ന നോളജും ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഈ ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന ആർക്കാണ്? ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ തന്നെ ഇന്റർനെറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് ഇന്നും 50 to 60% ഇടയ്ക്കാണ്. അതായത് നിങ്ങൾ 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേർക്ക്, ഇന്ത്യയിൽ നിങ്ങൾ 10 പേരെ എടുത്തിട്ട് കേരളത്തിൽ നിന്ന് നടക്കരുത്, അല്ല കേരളത്തിന് പുറത്തുള്ള നിങ്ങൾ ഒരു 10 പേരെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 5 പേർക്ക് എന്തുണ്ടാവില്ല, ഈ പറയുന്ന ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അതാണ് പറഞ്ഞത്, ഇന്റർനെറ്റ് പെനട്രേഷൻ ഇന്നും ഇന്ത്യയിൽ വളരെ കുറവാണ്. ബാക്കിയുള്ള പല ലോക രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്റർനെറ്റ് പെനട്രേഷൻ വലിയ കുറവാണ്, നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ പറഞ്ഞ ഇതിൽ എന്താണ് വലിയ തോതിൽ പാട്രിയാർക്കി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഒരു പാട്രിയാർക്കി ഉണ്ടാവും, അല്ലെങ്കിൽ കുടുംബനാഥൻ ഉണ്ടാവും. പുള്ളിക്ക് മാത്രമായിരിക്കും സ്മാർട്ട് ഫോൺ ഉണ്ടാവുക. ഓക്കെ, അത് സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ആ കുടുംബത്തിൽ സ്ത്രീകൾക്ക്. പിന്നീടും ഗെയിം കളിക്കാൻ വല്ലതായിട്ട് കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ പറയുന്ന ഗ്രാമങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്നും ഈ പറയുന്ന രീതിയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയോ ഇൻഫർമേഷനോ കാര്യങ്ങളോ ഒന്നും എത്തിച്ചു കൊടുക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. അതാണ് പറയുന്നത് കാശുള്ളവനും കാശില്ലാത്തവനും തമ്മിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, കാശുള്ളവൻ ഈ പറയുന്ന രീതിയിൽ ഗ്ലോബൽ നോളജ് സൊസൈറ്റിയുടെ ഭാഗമാണ്. എല്ലാ അറിവുകളും കിട്ടുന്നുണ്ട്. ഈ അറിവുകൾ കിട്ടുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അവൻ ലോകം മൊത്തം യാത്ര ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു? പാവപ്പെട്ടവൻ നെറ്റില്ല, ഇന്റർനെറ്റില്ല, ഒന്നുമില്ല. അവൻ ഇന്നും കൃഷി നടത്തി, കൃഷി നടത്തുന്ന മോശം കേട്ടോ, കൃഷി നടത്തി അവന്റെ ചുറ്റളവിൽ തന്നെ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടെ പറയുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള വളർച്ചയും ജീവിതത്തിൽ ഉണ്ടാവാതെ അവിടെ തന്നെ ഒടുങ്ങി തീരുന്നു. അതാണ് ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട്. ഒരു കുറച്ചും കൂടെ നമ്മൾ എന്താണ് റാഡിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. കൾച്ചറൽ ഡോമിനേഷൻ ബൈ ഡെവലപ്ഡ് കൺട്രീസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ്, വെസ്റ്റിന്റെ കൾച്ചർ ഭീകരമായിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്സിലേക്ക്, ഈ ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിലേക്ക്, ഇപ്പം ഇന്ത്യ പോലുള്ള ഏഷ്യയിലൊക്കെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ തന്നെ നോക്കിയാൽ മതി. നമ്മളെ എന്നോട്ടാണ് ഈ പറയുന്ന ഡിവൈസിന്റെ ജീൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്? നമ്മൾ എന്നോട്ടാണ് ഡിവൈസിന്റെ ജീൻസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്? ഓക്കെ, അതൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ വെസ്റ്റേൺ ഇൻഫ്ലുവൻസിന് ശേഷമാണ് ഈ ജീൻസ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇന്ത്യയുടെ ഭാഗത്തുള്ളത്. ജീൻസ് ഒക്കെ എന്താണ് നമ്മൾ ഇട്ട് തുടങ്ങിയത്? ഓക്കെ, അപ്പം അതൊക്കെ ഈ പറയുന്ന വെസ്റ്റേണിന്റെ ഇൻഫ്ലുവൻസിന് ശേഷമാണ്. മോർ ഓഫ് അതൊരു ഈ പറയുന്ന ഇൻഫർമേഷൻ റെവല്യൂഷന് ശേഷം, അതായത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഡ്രസ് ചെയ്ത് നടക്കാവുന്ന ഒരു ഐഡിയ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ജീൻസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. ഓക്കെ, വീക്കനിങ് ഓഫ് നേഷൻ സ്റ്റേറ്റ്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ. ഓക്കെ, നേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, അതായത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഫർമേഷൻ സെക്ടർ അല്ലെങ്കിൽ മീഡിയ ഫോർമുലേറ്റ് ചെയ്ത് അടിക്കുന്നു. അപ്പൊ അവിടെ ഈ നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഐഡിയക്ക് പ്രശ്നം വരുന്നു. നേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൾച്ചറലി എല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് നമ്മൾ നേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൾച്ചറലി ആകാം, ഇമോഷണലി ആകാം. ഓക്കെ, ഒരു ടെറിട്ടറിക്കുള്ളിൽ നിന്ന് ഷെയർ ചെയ്യുന്ന ഒരു ഐഡിയ ആണ് നേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഈ പറയുന്ന രീതിയിൽ വിള്ളൽ വീഴാം. Changing nature of the state from sovereign authority to weakened control. ഓക്കെ, അതായത് സോവറിൻ അതോറിറ്റിയിൽ നിന്ന് ഞാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെയാണ്, ഒരു കൺട്രോൾ അല്ല, കുറച്ച് വീക്കനിങ് വരികയാണ്. ഓക്കെ,
മിലിറ്ററി പവറിൽ നിന്ന് ഇൻഫർമേഷൻ ആൻഡ് എക്കണോമിക് പവറിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നു. ഓക്കെ, കാരണം ഈ പറയുന്ന കോവേർഷനിലൂടെ മാത്രം നമുക്കെല്ലാം, അല്ലെങ്കിൽ അഗ്രഷനിലൂടെ മാത്രം നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റില്ല എന്നൊരു ഐഡിയ വരികയാണ്. അതിന്റെ ബേസിൽ ഇൻഫർമേഷൻ ക്യാമറ ഓൺ ആയിരിക്കാം, ഓഫ് ചെയ്തിട്ടോ. Fine. Military power and information and economic power. Okay. അതായത് മിലിറ്ററി ഇപ്പൊ കോവേഷനിലൂടെ അഗ്രഷനിലൂടെ മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഐഡിയ വരികയാണ്. അവിടെ ഈ പറയുന്ന ഇൻഫർമേഷൻ സെക്ടറിലും എക്കണോമിക് പവറിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പിന്നെ എക്കണോമിക് ഡിപ്ലോമസി, പബ്ലിക് ഡിപ്ലോമസി, മീഡിയ ഇൻഫ്ലുവൻസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫ്യൂച്ചർ ട്രെൻഡ്സ് ഷിഫ്റ്റ് ടുവേർഡ്സ് മൾട്ടി പോളാർ വേൾഡ്. USA, ചൈന, ഇന്ത്യ, EU. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ബൈപോളാർ വേൾഡ് അല്ല, ഇന്നൊരു മൾട്ടി പോളാർ വേൾഡ് ആണ്. അവിടെ എന്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? ടെക്നോളജി, ഇൻഫർമേഷൻ കൺട്രോൾ, ഗ്ലോബൽ കോപ്പറേഷൻ ഒക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അതിനകത്ത് ഇൻഫർമേഷൻ സെക്ടറിനുള്ള ഇമ്പോർട്ടൻസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിനൊക്കെയാണ് ഈ മൾട്ടിപോളാർ വേൾഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പോസിബിൾ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ സ്റ്റേറ്റ് ഡോമിനൻസ്. പണ്ട് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പണ്ട് രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിന് എന്തുണ്ടായിരുന്നു, രാജ്യങ്ങളുടെ ഈ കാര്യത്തില് ഈ സബ്ജക്ട്സിന്റെ മുകളിൽ കംപ്ലീറ്റ് അതോറിറ്റി ഉണ്ടായിരുന്നു. കാരണം എന്തുണ്ടായിരുന്നു, അവർക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന കാര്യം എന്തായിരുന്നു, വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സ്റ്റേറ്റിന്റെ ഒരു കോവർ ബേസിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതെന്താവുന്നു, അത് ഡിക്ലൈൻ ആവുന്നു. പബ്ലിക് ഒപ്പീനിയൻ ഒരുപാട് മാറ്റർ വരുന്നു. അതേപോലെ എന്താ, ഇൻഫർമേഷൻ സെക്ടർ ഒരുപാട് രീതിയിൽ സ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഈ പറയുന്ന സംവിധാനത്തിൽ അഫക്ട് ആകാൻ തുടങ്ങുന്നു. അപ്പം സ്റ്റേറ്റ് ഡോമിനൻസിന് അവിടെ എന്തുണ്ടാവുന്നു, അവിടെ ഒരു ഡിക്ലൈൻ ഉണ്ടാവുന്നു. അവിടെ ഈ പബ്ലിക് ഒപ്പീനിയൻ കുറച്ചും കൂടെ ഒരു ഇൻക്ലൈൻ ഉണ്ടാവുകയാണ്. ഓക്കെ, അതാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ സ്റ്റേറ്റ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, globalization has been producing a subtle change in the functioning of the state. Its role in the ownership and production of goods has been getting reduced. However, this does not in any way mean a return of the laissez-faire state. ഓക്കെ, അപ്പം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഫംഗ്ഷനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അത് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ, ട്രേഡ് ചെയ്യുന്ന രീതിയിലെല്ലാം ഗ്ലോബലൈസേഷൻ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു ലേസിയസ് ഫെയർ സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ലേസിയസ് ഫെയർ സ്റ്റേറ്റ്? എന്താണ് ലേസിയസ് ഫെയർ സ്റ്റേറ്റ്? ഫ്രീ സ്റ്റേറ്റ് എന്നല്ല, കൈൻഡ് ഓഫ് ലേസിയസ് ഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഗവൺമെന്റ് ഇന്റർവെൻഷൻസ്. ഓക്കെ, ലെറ്റ് അലോൺ, അത് തന്നെ, അത് ലേസിയസ് ഫെയറിന്റെ ഇതാണ്, ലീവ് അലോൺ എന്നൊക്കെ പറയുന്നത്, ലെറ്റ് അലോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, മീനിങ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രീ ഫ്രം ഗവൺമെന്റ് ഇന്റർവെൻഷൻസ് ആണ് ലേസിയസ് ഫെയറിന്റെ ഒരു ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രീ സ്റ്റേറ്റ് നമുക്ക് പറയുന്നതിനെ കാട്ടി ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നത് ലേസിയസ് ഫെയർ സ്റ്റേറ്റോട് നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുക. ഓക്കെ, അതായത് അവിടെ പ്രവർത്തിക്കുന്ന മാർക്കറ്റ്, ട്രേഡ്, അവിടുത്തെ എക്കണോമിക് എക്സ്ചേഞ്ചുകൾക്ക് മുകളിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റിന് ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല. ഓക്കെ, അത് മാർക്കറ്റ് തീരുമാനിക്കും. അവിടെ എങ്ങനെ മാർക്കറ്റ് ഉണ്ടാവുമെന്ന് മാർക്കറ്റ് തീരുമാനിക്കും. അതിനാണ് ലേസിയസ് ഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, in the era of globalization, the functions of the state began undergoing a change. With the increasing disinvestment of public sector, privatization was encouraged. ഓക്കെ, അതായത് പബ്ലിക് സെക്ടറിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നു, അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. അതായത് പബ്ലിക് സെക്ടറുകൾ നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് പറ്റും നോക്കി, പറയുന്ന പ്രൈവറ്റ് സെക്ടറുകൾക്ക് ഒരു എൻകറേജ്മെന്റ് ആണ് കാര്യം. പബ്ലിക് സെക്ടർ വാസ് മെയ്ഡ് ടു കമ്പീറ്റ് വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ആസ് എ ഹോൾ ഓപ്പൺ കോമ്പറ്റീഷൻ, ഫ്രീ ട്രേഡ്, മാർക്കറ്റ് എക്കോണമി ആൻഡ് ഗ്ലോബലൈസേഷൻ വെയർ പ്രാക്ടീസ്. ഓക്കെ, അപ്പം പ്രൈവറ്റ് സെക്ടറിന് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പേസ് കൊടുക്കുകയാണ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസുമായിട്ട് മത്സരിക്കാൻ വേണ്ടി പ്രൈവറ്റ് സെക്ടറിന് ഒരു സ്പേസ് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈവറ്റ് സെക്ടറുമായിട്ട് പബ്ലിക് സെക്ടറിന് ഒരിക്കലും മത്സരിച്ചിരിക്കാൻ സാധിക്കില്ല. കാരണം പ്രൈവറ്റ് സെക്ടർ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്ടർ വർക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയാണ്. പബ്ലിക് സെക്ടർ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? പബ്ലിക് സെക്ടർ വർക്ക് ചെയ്യുന്നത് വെൽഫെയറിന് വേണ്ടിയാണ്. ഓക്കെ, പബ്ലിക് സെക്ടറിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ടാണ് KSRTC ഒക്കെ എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ ഓടുന്നത് കേരളത്തിൽ? ഇപ്പം ഈ ഇടയ്ക്ക് ഒന്ന് ലാഭത്തിലായതാണ്, ഇപ്പൊ ഉടനെ അത് നഷ്ടത്തിലാവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ KSRTC ഒക്കെ എന്തുകൊണ്ടാണ് കേരളം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം? കാരണം KSRTCയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലാഭത്തിലാക്കുന്നതല്ല, നമ്മുടെ നാട്ടിലെ സബ്ജക്ട്സ് ആയ നമ്മളെ സിറ്റിസൺസിന്
ഒരു ഫെയർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കൊടുക്കുക അല്ലെങ്കിൽ മൊബിലിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞ ഐഡിയയിലാണ് KSRTC പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് വർക്ക് ചെയ്യുന്നത്. ലാഭമല്ല പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ഉദ്ദേശം, മറിച്ച് ആൾക്കാരുടെ വെൽഫെയർ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്റർപ്രൈസസ് സക്സസ് അല്ല അല്ലെങ്കിൽ എന്താണ് ലാഭമില്ല എന്നും പറഞ്ഞിട്ട് അത് പ്രശ്നമുണ്ട്. കാരണം ശമ്പളം മുടങ്ങിയ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എന്തിനാണ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത്? സ്റ്റേറ്റ് ഫ്രീ കൊടുക്കാനാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത് വെൽഫെയറിന് വേണ്ടിയാണ്. ഓക്കെ, state ownership of industries came to be rejected. The role of state began emerging as that of facilitator and coordinator. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് വെൽഫെയറിന് വേണ്ടി സ്റ്റേറ്റ് കൊടുത്തപ്പോൾ എന്ത് പറ്റി? അവിടെ ലാഭം ഇല്ലാണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഈ സാധനം ഡിക്ലൈനിലേക്ക് പോകും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോകും. ലാഭം ഇല്ലാണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നഷ്ടമാകും. അവിടെ എന്ത് പറ്റുന്നില്ല, സ്റ്റേറ്റിന് ഈ പറയുന്ന സിറ്റിസൺസിന്റെ കാര്യങ്ങൾ പോലും നേടിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ എക്സാമ്പിൾ KSRTC ശമ്പളം കൊടുക്കാൻ പറ്റില്ല. എത്ര മാസമാണ് ശമ്പളം മുടങ്ങിയത്? ഓക്കെ, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റുന്നു? അവിടെ ഈ പ്രൈവറ്റ് എന്റർപ്രൈസിന്റെ റോള് കുറച്ചും കൂടെ ഉയർന്നു വരികയാണ്. അങ്ങനത്തെ സാധ്യത എന്ത് പറ്റും? ഇതൊക്കെ പ്രൈവറ്റൈസ് ചെയ്യപ്പെടും. ഓക്കെ, ഈ മേഖലകളെല്ലാം പ്രൈവറ്റൈസ് ചെയ്യപ്പെടുമ്പോൾ സ്റ്റേറ്റ് റോൾ എന്താവുന്നു? സ്റ്റേറ്റിന്റെ റോള് ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളിൽ, അല്ലെങ്കിൽ ഇതൊരു മീഡിയേഷൻ ഭരിച്ച് അല്ലെങ്കിൽ ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഫെസിലിറ്റേറ്റർ റോളിന്റെ ഒരു റോളിലേക്ക് മാത്രം, അല്ലെങ്കിൽ ചെറിയൊരു കമ്മീഷൻ പറ്റി പോകുന്ന ഒരു ഫെസിലിറ്റേറ്ററിന്റെ റോളിലേക്ക് സ്റ്റേറ്റ് ചുരുങ്ങിയാണ്. In this era of globalization, several changes have been taking place in the functions of state. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം സ്റ്റേറ്റിന്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. Decreased economic activities of the state. Process of liberalization and privatization has acted as a source of limitation on the role of the state in the economic sphere. Public sector and enterprises are getting privatized and state represents in the economic domain is shrinking. Okay. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ വന്നതിന് ശേഷം എന്തിരുന്നു? സ്റ്റേറ്റിന്റെ റോള് ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് സ്ഫിയർ നമ്മളിപ്പോ പറഞ്ഞു വെച്ച പോയിന്റ് ആണ് കുറയുന്നു. ഈ പറയുന്ന നമുക്ക് തൊണ്ണൂറ്റൊന്നിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് സെക്ടറുകളാണ് ഈ പറയുന്ന രീതിയിൽ. ഈ മീഡിയ ഒക്കെ എന്തായിരുന്നു? മീഡിയ ഒക്കെ പബ്ലിക് എന്റർപ്രൈസസ് ആയിരുന്നു. ഓക്കെ, മീഡിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മീഡിയയും ഈ മൾട്ടിമീഡിയയും എല്ലായിടത്തും പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രൈവറ്റൈസേഷൻ ഒരു എറയായിരുന്നു 1999 ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പൊ പ്രൈവറ്റൈസേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരുന്നു? സ്റ്റേറ്റിന് മാർക്കറ്റിന്റെ മുകളിലല്ല അല്ലെങ്കിൽ എക്കോണമിയുടെ മുകളിലുള്ള കൺട്രോൾ കുറച്ച് നഷ്ടപ്പെടും. അത് വളർന്നു പോയി കഴിഞ്ഞാൽ വലിയ തോതിൽ നഷ്ടപ്പെടും. ഓക്കെ, യുഎസിലൊക്കെ അങ്ങനെയാണ്. യുഎസിൽ ഈ പറയുന്ന പല ലോബികളെ, ഈ പറയുന്ന മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ലോബികളെ താണ്ടി ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും യുഎസിലും അല്ലെങ്കിൽ വെസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലും ലെഫ്റ്റ് അലോൺ ആയിട്ട് നിന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. ഈ പറയുന്ന ലോബികള്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് വമ്പന്മാരുടെ ഒന്നും തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ എക്കണോമിക് സ്ഫിയറിൽ എന്തുണ്ടാവുന്നു? പബ്ലിക് എന്റർപ്രൈസസിന് അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റിന് പറയുന്ന രീതിയിൽ ഒരു ഡിക്രീസ് ഉണ്ടാവില്ല. Decrease in the role of state in international economy. The emergence of free trade, market competition, multinational cooperation, international economic organization, trading blocks like European Union, NAFTA, ASEAN, and others have limited the scope of the role of state in the sphere of international economy. ഓക്കെ, അപ്പം ഈ യൂറോപ്യൻ യൂണിയൻ പോലെ, നാഫ്റ്റ പോലുള്ള, അപെക് പോലുള്ള, ആസിയാൻ പോലുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റിന്റെ റോളിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു കളക്റ്റീവ് ആയ ഒരു മെഷറായിട്ട് മാറുന്നു. അപ്പൊ കളക്റ്റീവായിട്ട് മെഷർ ആകുന്നതിന്റെ ഭാഗമായിട്ട് ഇവരും പ്രൈവറ്റൈസേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പം ഒരു സ്റ്റേറ്റിന് അവിടെ ഉണ്ടാവുന്ന ഈ പറയുന്നതിൽ എക്കണോമിക്കലി ഇന്റർനാഷണൽ എക്കോണമിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡിക്രീസ് പറ്റാണ്. കാരണം ഇത് കളക്റ്റീവ് മെഷറായിട്ട് മാറുകയാണ്. Decline of state sovereignty. Increasing international interdependence has been compelling each state to accept limitation on external sovereignty. Each state now find it essential to accept the rules of international economic system. The WTO, the World Bank, and the IMF. The role of MNC TNC have also been growing in national and local forms as they plan a security role. Okay, നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് ആണ്. അതായത് എന്ത് വരുന്നു? ഈ പറയുന്ന രീതിയിൽ ഇന്റർഡിപെൻഡൻസ് കൂടുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ പല ലോകരാജ്യങ്ങൾക്കും കടന്നു കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സോവറിറ്റിയിൽ നമ്മുടെ ഡിസിഷൻസ് ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ പല രാജ്യങ്ങൾക്ക് എന്തുണ്ട്? ഒരു അധികാരം നേടി തരുന്നു. കാരണം അത് ഇന്റർഡിപെൻഡൻസിന് പുറത്താണ്. ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ശ്രീലങ്കയിലൊക്കെ ചൈനയ്ക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട്. അത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ പറയുന്ന ഇന്ത്യ ഡിപെൻഡന്റ് ആയിട്ട് എന്തുകൊണ്ടാണ്? ശ്രീലങ്കയ്ക്ക് വലിയ തോതിലുള്ള ഡിപെൻഡൻസി ചൈനയിലുണ്ട്. അതുകൊണ്ട് ചൈന ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിരസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ശ്രീലങ്ക എടുക്കുന്ന തീരുമാനത്തിന് ചൈന നിർത്തി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ശ്രീലങ്ക എടുക്കുന്ന തീരുമാനത്തില് ചൈന എതിർത്ത് കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ശ്രീലങ്കയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്റർഡിപെൻഡൻസ് മൂലമാണ് അവിടെ ഈ പറയുന്ന സ്റ്റേറ്റ് സോവറിറ്റിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പൊ അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട്? ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതേ കണക്ക് തന്നെയാണ് ഈ WTO, വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റങ്ങളുടെ റൂൾസ് ഫോളോ ചെയ്ത് പോകുക എന്ന് പറയുന്നതാണ്. റൂൾസ് ഫോളോ ചെയ്ത് പോകാന്ന് പറയുന്നത് അതും സോവറിറ്റി മോഡലുള്ള കടന്നുകയറ്റാണ്. അതായത് ഞങ്ങളുടെ എക്കണോമിക് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ തീരുമാനിക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? അവിടെ നമ്മുടെ സോവറിറ്റിക്ക് മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സിസ്റ്റത്തിന് മുകളിലുള്ള നമ്മുടെ പരമാധികാരത്തിന് മുകളിലാണ് അവിടെ ഒരു കൊട്ട് കിട്ടുന്നത്. ഓക്കെ. Growing people's opposition to their respective states. Globalization has encouraged and expanded people-to-people socio-economic cultural relations. Cooperation in the world. Okay. As IT revolution and development of fast means of transport, communication have been together making the world as a real global community. The people each state now deal with people of other states as a member of the world community. The loyalty toward their respective state continues, but now the people do not hesitate to oppose those states' policies which are held to be not in the true demands of globalization. Okay. അപ്പം ഇതാണ് നമ്മൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ. അതായത് ഈ പറയുന്ന രീതിയിൽ IT സെക്ടർ വളർന്നപ്പോഴത്തേക്ക് ഈ ഒരു ഗ്ലോബൽ എക്കോണമി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ വില്ലേജ് കോൺസെപ്റ്റ് ഒക്കെ വളർന്നെങ്കിൽ എന്തുണ്ട്, ഒരു ഗ്ലോബലൈസേഷനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് സ്റ്റേറ്റിനകത്ത് ഒരു തീരുമാനം വരികയാണെങ്കിൽ അതിനെ എതിർക്കുക, സ്റ്റേറ്റിനെതിരെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. സ്റ്റേറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ട്രെൻഡ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. Reduce the importance of military power of the state. State continues to maintain its military power as an important dimension of the national power. However, the strength being gained by movements for international peace and peace as a way of life has tended to reduce the importance of military power of the state. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, മിലിറ്ററി പവറിനേക്കാൾ ഇന്ന് എന്താണ് കൂടുതൽ ആൾക്കാർ ടെക്നോളജിക്കും ഇൻഫർമേഷൻ ടെക്നോളജിക്കൊക്കെയാണ് കൂടുതൽ രാജ്യങ്ങൾ ഊന്നൽ നൽകുന്നത്. കാരണം നമ്മളെല്ലാം പറയുന്ന പോലെ കോവേഷനിലൂടെ മാത്രമല്ല ഇന്ന് ഡീൽ, കോവേഷനിലൂടെയാണ് പല കാര്യം ഡീലാവുന്നത്. ഇപ്പൊ യുദ്ധമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നാൽ കോവേഷന് പുറത്ത് അല്ലെങ്കിൽ അഗ്രഷന് പുറത്ത്, യുദ്ധങ്ങൾക്ക് പുറത്ത്, കോൺഫ്ലിക്റ്റിന് പുറത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള IT-ക്കും ഒക്കെ എന്തുണ്ട്, ഒരു കടന്നു കയറ്റം നടന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക്. ഓക്കെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്, മിലിറ്ററി പവറിലേക്ക് സ്റ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നാഷണൽ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ മിലിറ്ററി പവർ ആണ് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമ്മൾ കുറച്ചും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഈ പറയുന്ന രീതിയിൽ പുതിയ കാലഘട്ടത്തിന്റെ നീഡിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. Increasing role of international convention and treaties. Several international convention and treaties apply some limitations upon all states. All the states are now finding it essential to follow the rules and norms laid down by such convention. Okay. അപ്പം ഈ പറയുന്ന രീതിയിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ ട്രീറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു രീതിയിൽ നമ്മുടെ സോവറിറ്റിക്ക് വേണ്ടി ഇതൊക്കെ വരുന്ന എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഒക്കെ ഇത് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ എന്ത് ചെയ്തു, ഗ്ലോബലിനെ തന്നെ ഒരു ഗ്ലോബൽ തന്നെ ഒരു വില്ലേജ് ആക്കി കണക്കാക്കി കൾച്ചറൽ ഇന്റർഫറൻസസ് ഒക്കെ കുറച്ച് ട്രേഡിംഗ് കോമേഴ്സ് ഒക്കെ കൂടി ഒരു ഇന്റർഡിപെൻഡൻസ് കൂടി. ഓക്കെ. അതിനൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ട്രീറ്റീസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഈ കൺവെൻഷൻ ട്രീറ്റീസ് ഒക്കെ എന്താണ്, കുറച്ച് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെയും പറ്റുന്നു, അവിടെയും നമ്മുടെ സോവറിറ്റിക്ക് മേലിലാണ് പ്രശ്നം ഉണ്ടാവുക. ഓക്കെ. നമ്മുടെ സോവറിറ്റിക്ക് മേലിലാണ് അവിടെയും പ്രശ്നം ഉണ്ടാവുക. ഓക്കെ. Decline in public expenditure on public welfare policies. Most advanced Western states appear committed to reducing social expenditure on public welfare programs and to introducing measures such as labor market deregulation and lower tax rates, which facilitate great economic competitiveness, but impact adversely on rates of poverty and inequality. These economic and political initiatives are coincided with this period of intense economic globalization. അപ്പോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്തു, അതങ്ങ് സ്റ്റേറ്റ് വെട്ടിക്കുറയ്ക്കുന്നത്. അത് ഗ്ലോബലൈസേഷൻ പാർട്ടിയാണ്. അതായത് ഗ്ലോബലൈസേഷൻ വന്നതിലൂടെ എന്ത് തോന്നുന്നു, കൂടുതൽ പ്രൈവറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പം ഗ്ലോബൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ നിൽക്കാൻ നല്ല സ്പെസിഫൈ ചെയ്ത് ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വളർത്തിയെടുക്കാനല്ല ഇന്ന് പല സ്റ്റേറ്റുകൾ നോക്കുന്നില്ല. ഇക്വിറ്റി ഇക്വാലിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഇക്വാലിറ്റി. പക്ഷെ അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പം എന്നെയും ഒരു 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 ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരാൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവർക്ക് ഡിഫറൻഷിയേറ്റഡ് ട്രീറ്റ്മെന്റ് വേണം. അതിനാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഗ്ലോബലൈസേഷന്റെ പാർട്ടായിട്ട് ഈ പറയുന്ന രീതിയിൽ ഗ്ലോബൽ ഒരു വില്ലേജ് ആയിട്ട് കാണുന്നുണ്ട്, കളക്റ്റീവായി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, പ്രൈവറ്റ് എന്റർപ്രൈസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പം ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു ഡിഫറൻഷിയേറ്റ് ട്രീറ്റ്മെന്റ് പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കളക്റ്റീവായിട്ട് ഒരു സാധനം കൊടുക്കുമ്പോൾ അതിൽ കൂടുതൽ ബെനിഫിറ്റ് റിപ്പീറ്റ് ആരാണ്, ഈ പറയുന്ന എലൈറ്റ് ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ റിച്ച് പീപ്പിൾ ആയിരിക്കും. ഓക്കെ. അതാണ് നമ്മൾ റിച്ച് ബിക്കംസ് റിച്ചർ ആൻഡ് പുവർ ബിക്കം പുവറർ. ഓക്കെ. പാവപ്പെട്ടവർ എന്ന് പാവപ്പെട്ടവനായിട്ട് അയക്കുന്നു. അത് ഈ പറയുന്ന രീതിയിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ വലിയ രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പബ്ലിക് വെൽഫെയർ പോളിസീസിൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചു, കൂടുതൽ പ്രൈവറ്റ് എന്റർപ്രൈസിലേക്ക് പോയി. പ്രൈവറ്റുകളുടെ ആൾക്കാരുടെ എന്താണ് മോട്ടിവേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു മോട്ടോ എന്താണ്, പ്രോഫിറ്റ് മാത്രമാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കുമാണ് പബ്ലിക് വെൽഫെയർ സ്പെൻഡിങ്ങിലേക്ക് കൂടുതൽ എന്താണ് ഇതിലേക്ക് പോകാത്തത്. എക്കണോമിക് പൊളിറ്റിക്കൽ ഇനിഷ്യേറ്റീവ് കോൺസെപ്റ്റ് വിത്ത് പീരീഡ് ഓഫ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ നമ്മൾ ഇത്ര പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞത് കൂടുതൽ ഫാക്സിലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുമായിട്ട്
കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ്മെന്റ് പോലുള്ള ക്വസ്റ്റ്യങ്ങളായിരിക്കും കൂടുതലും വരിക. ഓക്കെ, അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.